കൈ കൊടുത്ത് പറ, ഈ മൂവിങ്ങിന്റെ കൂടെ ചേർന്ന് നിൽക്ക്, ഈ ഉണർവിന്റെ കൂടെ ചേർന്ന് നിൽക്ക്. നിങ്ങൾ യെരുശലേം വിട്ടുപോകാതെ ആ വാഗ്ദത്തത്തിന് വേണ്ടി അവിടെ തന്നെ നിൽക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു. ആ ദിവസം അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. അഗ്നിനാവുകൾ പോലെ പിളർന്ന നാവുകൾ തൻ്റെ മക്കളുടെ മേലേക്ക് പതിഞ്ഞു. അതുപോലെ കൈകൊടുത്ത് പറ, ഈ റിവൈവലിൻ്റെ കൂടെ ചേർന്ന് നിൽക്ക്, ഈ മൂവ്മെന്റിന്റെ കൂടെ ചേർന്ന് നിൽക്ക്. നിന്നിലൂടെ പരിശുദ്ധാത്മാവ് വന്നിടുമ്പോൾ ശക്തി ലഭിച്ചിടുമേ. രണ്ട് കൈയും മാക്സിമം വൈഡാക്കി കൊണ്ട് പറ, ഭൂമിയുടെ അറ്റത്തോളം ഞാൻ സാക്ഷിയായി നിന്റെ സാക്ഷ്യം ഈ ഭൂമിയുടെ അറ്റം വരെ കേൾക്കാൻ പോകുന്നു. നിന്റെ സാക്ഷ്യം വേറൊരു വ്യക്തിയുടെ അല്ല, നിനക്ക് ദൈവം ചെയ്ത നന്മയുടെ സാക്ഷ്യപത്രങ്ങൾ ഈ ഭൂമിയിലുടനീളം സഞ്ചരിക്കാൻ പോകുന്നു. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. രണ്ട് കൈകളും ആ ബാൽക്കണിയിലുള്ളവരൊക്കെ എഴുന്നേറ്റ് കൈകളെ അടിച്ച് ആരാധിച്ചേ. ഹല്ലേലൂയ ജീസസ്. അറ്റത്തോളം സാക്ഷിയായി തീർന്നിടുവേ. ഈ ഭൂമിയുടെ അറ്റത്തോളം തുള്ളിച്ചാടിക്കൊണ്ട് വരും 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 തരും 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 യേശു തരും. ഓ വരും 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 യേശു വരും. തരും തരും തരും. ഒരിക്കൽ കൂടെ വരും 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 തരും 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 യേശു തരും. ഓ വരും 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 യേശു വരും. തരും 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 യേശു തരും. നിനക്ക് ശക്തി തരും, നന്മ തരും, ഓ സൗഖ്യം തരും, എല്ലാം തരും. ശക്തി തരും, നന്മ തരും, സൗഖ്യം തരും. രണ്ട് കരമടിച്ച് വരും 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 യേശു വരും. തരും 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 യേശു തരും. ഓ വരും 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 യേശു വരും. തരും 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 തരും. നീ അപ്പം ചോദിച്ചാൽ കല്ല് തരുന്ന ഈ ജഡത്തിലെ പിതാവാരുള്ളൂ. ഓ അപ്പം ചോദിച്ചാൽ കല്ല് തരുന്ന ജഡത്തിലെ പിതാവാരുള്ളൂ. ആത്മാവിനെ അധികമായി നൽകുമെന്റെ സ്വർഗപിതാവ്. ആത്മാവിനെ അധികമായി ഒന്ന് തുള്ളിച്ചാടിക്കേ. സ്വർഗപിതാവ് വരും 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 യേശു വരും. തരും 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 തരും. ആമേൻ. വരും 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 യേശു വരും. തരും 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 യേശു തരും. നിനക്ക് ശക്തി തരും, നന്മ തരും, സൗഖ്യം തരും, എല്ലാം. ശക്തി തരും, സൗഖ്യം തരും, ഓ നന്മ തരും, നിനക്ക് എല്ലാം തരും. അവൻ വരും 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 യേശു വരും. തരും 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 തരും. വരും 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 യേശു വരും. തരും 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 തരും. എന്നാൽ എങ്കിലും അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. പറയാമോ? എങ്കിലും ഞങ്ങളുടെ സ്വന്തമല്ല. ഇതൊക്കെ ദാനമാണ്, ദാനമാണ്, യേശുവിന്റെ ദാനമാണ്. ദാനമാണ്, ദാനമാണ്, യേശുവിന്റെ ദാനമാണ്. വരും 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 തരും 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 തരും. വരും 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 യേശു വരും. തരും 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 യേശു തരും. ആമേൻ. വരും 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 യേശു വരും. തരും 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 തരും.
യേശു തരും. ഓ വരും 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 യേശു വരും. തരും 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 തരും. കരമുയർത്തി വരും 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 യേശു വരും. തരും 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 തരും. കണ്ണുകൾ അടച്ചുകൊണ്ട് പറ. ഓ ശക്തി തരും, നന്മ തരും, സൗഖ്യം തരും. ഈ പകൽ സംഭവിക്കുന്ന കാര്യമാണ്. ശക്തി തരും. പറഞ്ഞെൻ്റെ കൂടെ, ശക്തി തരും, നന്മ തരും, സൗഖ്യം തരും, എല്ലാം തരും. നല്ലവൻ വല്ലഭൻ യേശുനാഥൻ, മാറ്റമില്ലാത്തവൻ യേശുനാഥൻ, നല്ലവൻ വല്ലഭൻ. ഒരു നിമിഷം കൂടെ കാര്യങ്ങളൊന്ന് ഉയർത്തിയിട്ട് നന്ദി യേശുവേ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കുറച്ചും കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. നന്ദി യേശുവേ, അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. വി വർഷിപ്പ് യു ലോർഡ്, വി പ്രൈസ് യു ലോർഡ്, വി അഡോർ യുവർ നെയിം ലോർഡ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഞാൻ വളരെ എക്സ്പെക്റ്റേഷനോട് കൂടെയാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ നിൽക്കുന്നത്. എനിക്ക് എൻ്റെ സമയപരിധി കൊണ്ട് രണ്ട് സെക്ഷനായിട്ടാണ് മെസ്സേജ് പറയാൻ ചിന്തിച്ചത്. ഒരു മെസ്സേജേ ഞാൻ പറയുന്നുള്ളൂ. രാവിലെ ഞാൻ കൊല്ലത്ത് കുറച്ച് നേരം ഷെയർ ചെയ്തത് നിങ്ങൾ കേട്ടാട്ടെ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് വേറൊരു പ്രതലത്തിലേക്ക് കടക്കുവാൻ തുടങ്ങും. ഞാൻ യേശുവിലേക്ക് വന്നിട്ട് 10-25 കൊല്ലമായി. പരിശുദ്ധാത്മാവിനെ വ്യക്തിപരമായിട്ട് അറിയാം. പക്ഷേ കുറച്ചും കൂടെ നന്നായിട്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ഗ്രഹിക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. എനിക്ക് തോന്നുന്നു ആ ബോധ്യങ്ങൾ എൻ്റെ ലൈഫിനെ ടോട്ടലി വ്യത്യാസപ്പെടുത്തിയെങ്കിൽ ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്ന ബോധ്യങ്ങൾ നിങ്ങളുടെ ലൈഫിനെ മുഴുവനായി മാറ്റം വരുത്തും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് വളരെ എക്സ്പെക്റ്റേഷനോടെ അല്പനേരം കൈകളടിച്ച് ഈ ഭാഷയിൽ അല്പനേരം സ്തുതിച്ചാട്ടെ. എൻ്റെ ഉള്ളിൽ രാവിലെ ഒരു സെക്ഷനും കൂടെ പറയണമെന്ന് ചിന്തിച്ച ഒരു ചിന്ത വേഗത്തിൽ പറയാം. നിങ്ങൾ നിന്നുകൊണ്ട് കേട്ടാട്ടെ. ചില ആളുകളെങ്കിലും എന്നോട് പറയാറുണ്ട്, എല്ലാം ദൈവം ചെയ്യുമെന്ന്. ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. സകലതും കാൽവറിയിൽ ദൈവം ചെയ്തു തീർത്തു. വിശ്വസിക്കുന്നവരുടെ ലൈഫിൽ സകലതും ദൈവം ചെയ്തിരിക്കുകയാണ്. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഞാൻ സഭാപ്രസംഗിയിലെ 3-ാം അധ്യായം 1-ാം വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കട്ടെ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിൻ്റെ കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. എന്നിട്ട് സഭാപ്രസംഗി പറയുകയാണ്, ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം. അടുത്ത വാചകം നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന വാചകമാണ്. നടുവാനൊരു കാലം, നട്ടത് പറിപ്പാനൊരു കാലം. നിങ്ങൾ ശ്രദ്ധിച്ചേ, നട്ടത് പറിക്കുക. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ കൊയ്തെടുക്കുന്നൊരു കാലമുണ്ട്, വിതയ്ക്കുന്നൊരു കാലമുണ്ട്. കൊയ്ത്തിൻ്റെ കാലത്ത് ഒരു കൃഷിക്കാരന് റിസൾട്ട് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ കൊയ്യുവാൻ ഒന്നുമില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ വിതച്ചിട്ടില്ല എന്നതാണ്. വിതയ്ക്കാതെ ഒരിക്കലും നമുക്ക് കൊയ്യാൻ കഴിയത്തില്ല. ദൈവം തരുമെന്ന് വിശ്വസിച്ചിട്ട് കൊയ്യാതിരിക്കുന്ന ഏതെങ്കിലും വിതയ്ക്കാതിരിക്കുന്ന ഏതെങ്കിലും കൃഷിക്കാരനുണ്ടെങ്കിൽ അയാളോട് ദൈവത്തിന് നിരാശ വരാനേ പറ്റത്തുള്ളൂ. വിതയ്ക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഒരിക്കൽ പാസ്റ്റർ ക്രിസ് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്നെ സ്വാധീനിച്ചത് പറയാം. അദ്ദേഹം പറഞ്ഞു, സാമ്പത്തിക നന്മ ഉണ്ടാകാൻ സമ്പത്തിനോട് വരുവാൻ പറയുന്നതാണ് മറ്റേതിനേക്കാൾ ഈസി ആയിട്ടുള്ള കാര്യം. ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഒന്നും സമ്പത്ത് ഉണ്ടാവുന്നില്ലല്ലോ.
അദ്ദേഹം തുടർന്ന് പ്രസംഗിക്കുന്ന വാചകങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മൾ ആവശ്യ നേരത്ത് ദൈവത്തോട് വിശ്വാസം പറയുന്നവരും ആവശ്യ നേരത്ത് ചിലതുണ്ടാകാൻ കൽപ്പിക്കുന്നവരുമൊക്കെയാണ്. പക്ഷെ വേദപുസ്തകം പറയുന്നത് ആവശ്യ നേരത്ത് കൽപ്പിക്കാനല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാനാണ്. ആമേൻ. ഈ മലയോട് കൽപ്പിക്കാൻ പറഞ്ഞു കർത്താവ്, അത് കടലിൽ പോയി പതിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ച നടക്കാത്ത എന്താ, നമ്മൾ പറഞ്ഞ നടക്കാത്ത എന്താ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ആ പറച്ചിലുകൾ, അല്ലെങ്കിൽ ആ കൺഫെഷനുകൾ, ആ ഏറ്റുപറച്ചിൽ, അല്ലെങ്കിൽ ആ ബോധ്യം മാറിയിട്ടില്ലെന്നാണ് എൻ്റെ യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ പറിക്കുവാനായിട്ട് ഒരു തോട്ടത്തിൽ ചെല്ലണമെങ്കിൽ അതിനു മുമ്പ് അത് നടുവാനായി തയ്യാറാകണം. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ 2 ആഴ്ചക്കകത്ത് നിങ്ങൾ പരിചയപ്പെട്ട ഒരു വാക്യം അറിയാവുന്നവരെന്ന് കരങ്ങൾ ഉയർത്തി കാണിച്ചേ. ചോദ്യം വളരെ ക്ലിയറാണ്. ഈ 2 ആഴ്ചക്കകത്ത് ഞാൻ പരിചയപ്പെട്ട ഒരു വാക്യം, നിങ്ങൾ പരിചയപ്പെട്ട ഒരു വാക്യം. പോട്ടെ, ഈ കഴിഞ്ഞ മെയ് മാസം നിങ്ങൾ പരിചയപ്പെട്ട ഒരു വാക്യം. നിങ്ങളെ കുറ്റബോധപ്പെടുത്താനല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഡയറി വായിക്കുന്നത്, ഡയറി എഴുതുന്നത് ഒരു മാസത്തിൽ ഒരു 4-5 വാക്യെങ്കിലും കാണാതെ പഠിക്കുന്ന വിധത്തിലാണ്. അതിൽ ഏതെങ്കിലും ഒരു വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും വാക്യം നിങ്ങൾ പരിചയപ്പെട്ടതായിട്ട് ഓർമ്മിക്കുന്നോ? നിങ്ങൾ പരിചയപ്പെടുന്ന വാക്യങ്ങൾ നിങ്ങളുടെ അകത്ത് വിതയ്ക്കുന്ന വിത്ത് പോലെയാണ്. അത് സമയത്ത് ഫലം കായ്ക്കാനിടയാകും. അടുത്തിരിക്കുന്നവരോട് പറ, വിതയ്ക്കുന്നവന് മാത്രമേ സമയത്ത് കൊയ്യുവാനായി കഴിയുകയുള്ളൂ. ഇത് 6 മാസം കഴിഞ്ഞു. അടുത്ത 2027 നിങ്ങൾ എന്താകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് 27 ഇന്നാണ്. അടുത്തിരിക്കുന്ന 2 പേരോടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, 2027 നിങ്ങൾ എന്താകണമെന്ന് തീരുമാനിക്കുന്നത് 2027 ഇന്നാണ്, ടുഡേ ആണ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, ഇനിയുള്ള ദിവസങ്ങളിൽ എത്ര പേരാണ് തീരുമാനിക്കുന്ന എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ ചിലതും കൂടെ വിതയ്ക്കാൻ പോകുകയാണ്. എനിക്ക് വേണ്ട കായ്കനികൾ, എനിക്ക് വേണ്ട റിസൾട്ട് ഉണ്ടാക്കുന്ന, എനിക്ക് ഫലം തരേണ്ടത് ഞാൻ വിതയ്ക്കാൻ പോകുകയാണ്. ഞാൻ നിങ്ങളോട് പറയാം, അത് നിങ്ങൾക്ക് പറിക്കാനായി കഴിയും. നിങ്ങൾ നെല്ല് വിതച്ചാൽ നെല്ലേ ഉണ്ടാകത്തുള്ളൂ. നെല്ലിൽ നിന്ന് ഗോതമ്പ് ഉണ്ടാക്കാൻ ഒക്കത്തില്ല. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അത് ഈ ദിവസങ്ങളിൽ വിതയ്ക്കാനായി തുടങ്ങണം. നിങ്ങളെന്താ ഹല്ലേലൂയ പറയാത്തെ? എന്തു വേണോ അത് വിതയ്ക്കാൻ തുടങ്ങണം. ഒരു ഹല്ലേലൂയ പറ. അതിനു വേണ്ടിയ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വിതയ്ക്കാൻ തുടങ്ങണം. അത് നിങ്ങളുടെ ഹൃദയത്തിന് ആഴത്തിൽ പതിയട്ടെ. ദിവസങ്ങൾ കഴിയുന്തോറും അത് വളരുവാനായി തുടങ്ങും. നിങ്ങൾ അതിനെ കൊയ്യും, നിശ്ചയമാണ്. നിങ്ങളുടെ കസാര വിട്ടിട്ട് 1-2 പേരുടെ കൈ കൊടുത്തിട്ട് ചെന്നിട്ട് പറ, വിതയ്ക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ വിതയ്ക്കുക. എനിക്ക് നമ്മുടെ പ്രിയ സിസ്റ്റർ, എനിക്ക് 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ചീര കൊണ്ട് തരാറുണ്ട്, ചിലപ്പോൾ കോവയ്ക്ക കൊണ്ട് തരാറുണ്ട്. എന്നോട് പറയാറുണ്ട്, ബ്രദറെ, ഇത് ഞങ്ങളുടെ വീടിന് മുകളിൽ ഞങ്ങൾ പാവിയിൽ നിന്ന് ഉണ്ടാക്കിയിൽ നിന്ന് കിട്ടിയതാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതുകൊണ്ട് വിഷമടിക്കാതെ ചീര കഴിക്കാറുണ്ട്, വിഷമടിക്കാത്ത പപ്പായ കഴിക്കുന്നുണ്ട്. പ്രിയ സിസ്റ്റർ കൊണ്ട് തരുന്നത് ഇടയ്ക്ക്. താങ്ക് ഗോഡ്. ചിലർക്ക് അവർക്ക് വേണ്ടിയുള്ളത് ലഭിക്കുമ്പോൾ വേറൊരാൾക്ക്, മറ്റൊരാൾക്ക് കൊടുക്കത്തക്ക വിധത്തിലും കൂടെ ആ വിത നൽകുവാൻ കഴിയും. ഞാൻ വിതച്ചത് എനിക്ക് മാത്രമല്ല ഫലം ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും ഇവിടെ ഇരിക്കുവാനിടയാകുന്നത്. That's a result. ആരോ ഒരാൾ പറഞ്ഞു, ബ്രദർ, കൊട്ടാരം പോലൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പാസ്റ്റർ ക്രിസിനെ കുറിച്ച് കേട്ടൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ കോമ്പൗണ്ടിൽ അദ്ദേഹത്തിന് 7 വീടോളം ഉണ്ട്. 7 വീടും ഒരുപോലെ ഇരിക്കുകയാണ്. സെക്യൂരിറ്റി റീസൺ ആണ്. എനിക്ക് തോന്നുന്നു 10,000, 20,000, 30,000 ആണ് ഒരു സ്ക്വയർ ഫീറ്റ് ഒരു വീടിൻ്റെ. കണക്കൂട്ടില്ലേ? ബോധം പോയിക്കുന്നവരാ. ഏത് വീട്ടിലാണ് അദ്ദേഹം അന്ന് താമസിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല.
കാരണം സെക്യൂരിറ്റി റീസൺ ആണ്. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, ചിലതൊക്കെ സ്വപ്നം കാണുന്നത് നല്ലതാണ്. സ്വപ്നം കാണുന്നവരോട് പറയാനുള്ളത്, അത് റിസൾട്ട് ആകേണ്ടതിന് നിങ്ങൾ വിതയ്ക്കണം, വിതയ്ക്കണം, വിതയ്ക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവവചന ബോധ്യങ്ങൾ വിതയ്ക്കണം, വിതയ്ക്കണം, വിതയ്ക്കണം. അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം നിശ്ചയമായി നിങ്ങളുടെ കൈകളിൽ വരും. ആരും അതിനെ തടയുവാൻ കഴിയുന്നവർ ഈ ലോകത്തിലില്ല. എന്നാ പിശാചേ എന്നെ പറയുന്നറിയോ, ഇത്രയും നാളായിട്ട് ഞാൻ പള്ളി വരുമോ, പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ കാര്യം നടന്നില്ല, ഞാൻ വിശ്വസിച്ചിട്ട് ആ കാര്യം നടന്നില്ല. അങ്ങനെയല്ല സഹോദരങ്ങൾ, വിശ്വസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നടക്കാഞ്ഞതല്ല, നാളുകളായി നിങ്ങൾക്ക് അതിനുള്ള അടിസ്ഥാനം ഇല്ലാത്തത് കൊണ്ടാണ്. 2027 എനിക്ക് അവിടെ എത്തണമെന്ന് സ്വപ്നം കാണുന്നവർ ഇന്ന് വിതയ്ക്കാൻ തുടങ്ങണം. എൻ്റെ ആഗ്രഹം, എൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്ന എല്ലാ ശുശ്രൂഷകർക്കും ഞാൻ താമസിക്കുന്നത് പോലെ കുറയാതെ ഒരു വീടുകൾ വെച്ച് കൊടുക്കണമെന്നാണ്. അവരുടെ തലയിൽ കൂടെ എന്താ പോകണമെന്ന് എനിക്കറിയത്തില്ല. അതിനെ വേദപുസ്തകത്തിലെ ബോധ്യങ്ങൾ എൻ്റെ അകത്ത് ഞാൻ വിതച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കൈകളിൽ അത് തരും ദൈവം, അല്ല തന്നിരിക്കുക ദൈവം. ഞാൻ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലാണ്. എൻ്റെ പാനപാത്രം എനിക്ക് കുടിക്കാൻ വേണ്ടി ഉണ്ടാകുമെന്നല്ല, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുവാനിടയാകുമെന്നാണ്. നിങ്ങളുടെ പാനപാത്രങ്ങൾ നിറഞ്ഞ് കവിയട്ടെ, ഒഴുകാൻ തുടങ്ങട്ടെ. Come on, come on, come on, come on. Hallelujah. പ്രാർത്ഥിച്ചിട്ട് റിസൾട്ട് ഇല്ലാത്തവർ, വിശ്വസിച്ചിട്ട് ഫലമില്ലാത്തവർ, നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള വചനത്തെ പരിശോധിക്കേ. എത്ര ധൈര്യം ഉണ്ടെന്ന് നോക്ക്. ഹല്ലേലൂയ. അത് വീണ്ടും പാക. റിസൾട്ട് വരുന്നതുവരെ പറ, പറയുന്നത് റിസൾട്ട് വരുന്നതുവരെ വിതയ്ക്കേ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതാണ് വിതയ്ക്കേണ്ടത്. ഈ സ്തോത്രകാഴ്ചയെ കുറിച്ച് അല്ല ഈ പറയുന്നത് കേട്ടോ. ദൈവവചനം നിങ്ങളുടെ അകത്ത് വിതയ്ക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് വിക്ടറി വേണ്ടത് ആ മേഖലയിൽ വിതയ്ക്കണം. The life of God is in me. എല്ലാവർക്കും പനിയുടെ സീസൺ അല്ലേ, എല്ലാവരും തുമ്മുവാണ്. പറഞ്ഞ പള്ളി വരുന്ന പോലും പറ, the life of God is in me. ദൈവിക ജീവൻ എന്നിൽ വസിക്കുന്നു. പറ 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 പറ. അയ്യോ സഹോദരങ്ങളെ, ഇവിടെ നിന്ന് പറയത്തേ ഉള്ളൂ, നിങ്ങൾ വീട്ടിൽ ചെന്നാൽ മറന്നു പോകും. അല്ല, കണ്ടിന്യൂസ് ആയി പറയണം, കണ്ടിന്യൂസ് ആയി പറയണം. നിങ്ങളുടെ ബ്ലഡിൽ അത് ചലിക്കുന്നത് വരെ പറയണം. The life of God is in me. The life of God is in me. ദൈവത്തിന്റെ ജീവൻ എന്നിൽ ചലിക്കുന്നു. വാ തുറക്ക, പറ. നിങ്ങൾ ഇവിടെ നിന്ന് പറയുന്നില്ലെങ്കിൽ വീട്ടിൽ ചെന്നാലുള്ള സ്ഥിതി എന്തായിരിക്കും? ദൈവിക ജീവൻ എന്നിൽ വസിക്കുന്നു. Do you want to see a successful, victorious Christian life? You have to sow the truth, the word of truth into your spirit. How much you sow the word in your spirit, that much you will see victorious life. Hallelujah. നിന്റെ അധ്വാനമല്ല, നിന്റെ പരിശ്രമമല്ല ജയകരമായ ജീവിതം. It is a word. It is a word of God. Amen. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരെ തട്ടിയിട്ട് പറയാ, വിതയ്ക്കണം, വിതയ്ക്കണം, വിതയ്ക്കണം. എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, ആ മേഖലയിൽ വിതയ്ക്കണം. ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്ന മെസ്സേജിന് ഞാൻ പേരിട്ടിരിക്കുന്നത്, എനിക്ക് സ്വയമായി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, പക്ഷേ പരിശുദ്ധാത്മാവിന് കഴിയും. Oh, it is wonderful. It is wonderful. Please visit. നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വാക്യങ്ങളിലൊന്ന് സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം 30-ാമത്തെ വാക്യം. ഇന്ന് ഞാൻ മിസ്റ്ററീസ് ആണ് പറയുന്നത്, രഹസ്യങ്ങളാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്കിത് അറിയാമെന്ന് തോന്നാം, പക്ഷേ നിങ്ങൾക്കത് അറിയില്ല എന്ന ബോധ്യത്തോടെ കേട്ടാട്ടെ. എനിക്കിതറിയാം എന്ന് തോന്നല്ലേ, കാരണം വാക്യങ്ങളെല്ലാം പരിചയമുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് അറിയാമെന്ന തോന്നലുകളൊന്ന് കുറച്ച് താഴെ വെച്ചിട്ട്, എനിക്കിത് അറിയത്തില്ല, ഇന്ന് ബ്രദർ പറയുമ്പോൾ എൻ്റെ ലൈഫിന് മാറ്റം വരുമെന്ന് ബോധ്യത്തോടെ കേട്ടാട്ടെ. റൈറ്റ്?
ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. സദൃശവാക്യങ്ങൾ 8:30 വാക്യം. ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു, ഇടവിടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചു കൊണ്ടിരുന്നു, ദിനം പ്രതി അവന്റെ പ്രമോദമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചിന്തിച്ച വാക്യമാം. Then I was beside him as a master craftsman. ആ വാക്യത്തിൻ്റെ അർത്ഥം നമുക്ക് പലർക്കും അതേ അർത്ഥത്തിൽ മനസ്സിലായി കാണത്തില്ലായിരിക്കും. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചു അതാരെക്കുറിച്ചാണ് പറയുന്നത്? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. എന്താണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവവചനം പറയുന്നത്? അവനൊരു ശില്പിയാണ്, അവനൊരു മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ ആണ് എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ ആ വാക്കുകൾ ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കേണ്ടതിനെ പരിവർത്തിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഒന്നും കൂടെ ഞാൻ പറയും. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രാവർത്തിക തലത്തിൽ ഉളവാക്കിയെടുക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. അടുത്തിരിക്കുന്ന ആളെ കൈയെടുത്തിട്ട് പറ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അതെന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? അത് ഒരു ശില്പിയെ പോലെ അത് ഉളവാക്കിയെടുക്കും. ഒന്ന് കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. നിങ്ങൾക്ക് മനോഹരമായൊരു കാര്യം അറിയോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞ 2 പേർ പുറപ്പാട് പുസ്തകം 35 അധ്യായത്തിൽ നമുക്ക് കാണാം. അത് 2 കൊത്തുപണിക്കാരാണ്. മരം കൊത്തുന്ന ആളുകളാണ്, കൽപ്പണിയിൽ കൊത്തുന്ന ആളുകളാണ്. അവരുടെ മേൽ എന്തിനാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞത്? മോശയ്ക്ക് സീനായുടെ അകത്തുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ച റെവലേഷൻ, ആ റെവലേഷൻ മാറിപ്പോകാതെ ചെയ്തെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരാളുടെ മേൽ വന്നപ്പോൾ റെവലേഷൻ കാണാത്ത 2 കൊത്തുപണിക്കാർ പരിശുദ്ധാത്മാവിനെ നിറവ് പ്രാപിച്ചതിന് ശേഷം ദൈവം ആഗ്രഹിച്ചത്, മോശ കണ്ടത് അവരുടെ കൈകളിൽ വെളിപ്പെടാനായി തുടങ്ങി. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദൈവം ആഗ്രഹിക്കുന്ന എന്താണോ അത് ഈ ഭൂമിയിൽ ചെയ്തെടുക്കുന്നതിനാണ്. എന്ന് പറഞ്ഞാൽ ഹി carries the works of God. ദൈവത്തിൻ്റെ ജോലി ചെയ്തെടുക്കുന്നവൻ. വേറെ ഭാഷയിൽ ഇങ്ങനെ വിളിക്കാം, ഡിസൈനർ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, he is called designer. Hallelujah. ദൈവത്തിൻ്റെ ഡിസൈനർ, ദൈവത്തിൻ്റെ ആർക്കിടെക്ട്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? അടുത്തിട്ട് പറഞ്ഞേ, ദൈവത്തിൻ്റെ ഡിസൈനർ. ദൈവം പറയുന്നത് അവൻ്റെ ഹൃദയത്തിലുള്ളത് നമുക്ക് കാണത്തക്ക വിധത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുന്നവൻ ഡിസൈനർ. ഹല്ലേലൂയ. എന്നാൽ അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഇനി ഞാൻ പറയുന്ന വാചകമാണ്, ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവം പറയുന്നത് ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരുന്നവൻ ഇന്ന് എൻ്റെ കൂടെ വാസം ചെയ്യുകയാണ്. എങ്ങനെയാ ഒന്നുകൂടെ പറയാം. ദൈവം പറയുന്നത് അത് ഈ ലോകത്തിലും സ്വർഗത്തിലെയും ഭൂമിയിലും സകലിടത്തും യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരുന്നവൻ എന്താണ്? അവനിപ്പോൾ എൻ്റെ കൂടെ വാസം ചെയ്യുകയാണ്. ആർ യു പ്രൗഡ് ഓഫ് ഇറ്റ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഗമയുണ്ടോ? എത്ര പേർക്ക് ഗമയുണ്ട്? അവരുടെ കൈകളൊന്ന് അടിച്ച്. നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ദൈവത്തിൻ്റെ വാക്കുകൾ യാഥാർത്ഥ്യമാക്കുന്നവൻ ഇന്ന് എൻ്റെ കൂടെ യാഥാർത്ഥ്യമാക്കാൻ നിൽക്കുകയാണ്. കുറച്ചുകൂടെ നന്നായി പറഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നവൻ എൻ്റെ കൂടെ പ്രവർത്തിക്കുവാൻ കൂട്ടുനിൽക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവർത്തികൾ യാഥാർത്ഥ്യമാക്കിയവൻ. ഇനി നിങ്ങൾ ചേർത്തൊന്ന് പറയാവോ, എൻ്റെ ദൈവിക ബോധ്യങ്ങളെ യാഥാർത്ഥ്യമാക്കേണ്ടതിന്, അല്ല, എനിക്ക് ലഭിച്ച ദൈവിക ബോധ്യങ്ങളെ യാഥാർത്ഥ്യമാക്കേണ്ടതിന്, പുറത്തു കൊണ്ടുവരേണ്ടതിന് എൻ്റെ കൂടെ നിൽക്കുകയാണ്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വണ്ടർഫുൾ ജീസസ്. നമുക്ക് യേശുവിനെ നിങ്ങൾ നോക്കിയാൽ നമുക്കൊരു വാക്യം വായിക്കാം. അത് മർക്കോസ് സുവിശേഷം 1:10 വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവുന്ന പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടും, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. ആരാണ് യേശു? നമുക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ പറയാൻ കഴിയും, യേശു എന്ന് പറയുന്നത് ദൈവമാണ്, അല്ലെങ്കിൽ ദൈവപുത്രനാണ്. കുറച്ചും കൂടെ നന്നായിട്ട് എങ്ങനെ പറയാം? The word of God designed the word of God like a man that is called Jesus. ദൈവം വചനത്തെ ഒരു മനുഷ്യന്റെ രൂപം കൊടുത്തതാണ് വാസ്തവത്തിൽ ആര്? യേശു.
വേദവസം പറയുക ഈ വാക്കുകളില്, ആ യേശുവിന്റെ മുകളിൽ പരിശുദ്ധാത്മാവ് വന്നു. എല്ലാവരും പറഞ്ഞേ, ദൈവം തന്നെ ആയിരിക്കുന്നവന്റെ മുകളിൽ വചനം ജഡമായി കൃപയും സത്യവുമായി നിറഞ്ഞു വസിച്ചവന്റെ മുകളിൽ പരിശുദ്ധാത്മാവ് വന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്തിനാ പരിശുദ്ധാത്മാവ് വന്നത്? 30 വയസ്സ് വരെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരുന്നില്ല യേശു കർത്താവ്. പരിശുദ്ധാത്മാവിനല്ലേ അവൻ ജനിച്ചത്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഈ ജോർദാനിൽ നിന്ന് കയറിയപ്പോഴാണ് അവന്റെ മുകളിൽ വന്നത്. പരിശുദ്ധാത്മാവ് എന്തിനാവും പ്രാപിച്ചത്? ഒറ്റ വാക്കിൽ പറയാം, ദൈവത്തിന്റെ പ്ലാൻ ഈ ഭൂമിയിൽ നിവർത്തീകരിക്കേണ്ടതിനെ യേശുവിനെ പരിശുദ്ധാത്മാവിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഒന്ന് പറയാം, ആരാ ദൈവം? യേശു ആരായിരുന്നു? ദൈവത്തിന്റെ വചനമായിരുന്നു. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വസിച്ചവനാണ്. ആ യേശുവിന് എന്താവശ്യം ഉണ്ടായിരുന്നു? പരിശുദ്ധാത്മാവിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടി ആവശ്യം ഉണ്ടായിരുന്നു? He want to, another word, mission complete ചെയ്യുവാൻ. ദൈവമായവനെ ഈ ഭൂമിയിലെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ആത്മാവിനെ നിന്റെ മേൽ വെക്കുകയാണ്, കാരണം നിന്റെ മേൽ ഞാൻ വെച്ചിരിക്കുന്ന മിഷൻ അങ്ങനെയാണ് ഫുൾഫിൽ ചെയ്യത്തുള്ളൂ. ഒന്ന് കൈകളടിച്ചു ഹല്ലേലൂയ പറയാവോ? എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നത് യേശുവിന്റെ മുകളിൽ എന്തിനു വന്നോ അതേ ഉദ്ദേശത്തോടു കൂടെയാണ്. ദൈവിക മിഷൻ യേശുവിന്റെ മുകളിൽ ചെയ്തു തീർക്കാനാണ് പരിശുദ്ധാത്മാവ് വന്നതെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾക്കൊരു മിഷൻ ഉണ്ട്. ആ മിഷനെ കംപ്ലീറ്റ് ചെയ്യാനാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നത്. Without him, അവനെ കൂടാതെ യേശുവിനെ അവന്റെ മിഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിനക്കും അവനെ കൂടാതെ ആ മിഷനെ കംപ്ലീറ്റ് ചെയ്യാനായി കഴിയത്തില്ല. ദൈവം തന്നെയായവനെ, വചനം ജഡമായവനെ പരിശുദ്ധാത്മാവിന്റെ സപ്പോർട്ട് വേണമായിരുന്നു, നിയന്ത്രണം വേണമായിരുന്നു അവന് മിഷൻ കംപ്ലീറ്റ് ചെയ്യാനെങ്കിൽ. നിനക്ക് എത്രയധികമായി ആ സാന്നിധ്യം ആവശ്യമാണ്. കൈയടിക്കാനല്ല പരിശുദ്ധാത്മാവ് വന്നത്, അന്യഭാഷ പറയാൻ മാത്രമല്ല പരിശുദ്ധാത്മാവ് വന്നത്, വരങ്ങൾ തരാൻ മാത്രമല്ല പരിശുദ്ധാത്മാവ് വന്നത്. ഫോർ യുവർ മിഷൻ ദൈവിക ഉദ്ദേശം ഇവിടെ നിന്നിലൂടെ നിവർത്തിക്കാനാണ് പരിശുദ്ധാത്മാവ് വന്നത്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങളോടൊരു ചലഞ്ചിങ് വേർഡ് പറയട്ടെ. ആരുടെങ്കിലും മുകളിൽ അറിയുന്ന ആത്മാനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളെ തടയുവാൻ ഈ ലോകത്തിലെ ആർക്കും കഴിയത്തില്ല. കാരണം യേശുവിന്റെ മുകളിൽ വന്ന ചലഞ്ചിങ് വേർഡാണ്. യേശുവിന്റെ മുകളിൽ വന്ന പരിശുദ്ധാത്മാവ് അവന്റെ മിഷന് വേണ്ടി സകലതിനെയും സെറ്റിൽ ചെയ്തു. ഹേരോദാവിന് അവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, എതിർക്കുന്നവർക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, മലയ്ക്ക് തീഴായി തള്ളിയിടുന്നവർക്ക് അവനെ ചെയ്യാൻ പറ്റിയില്ല, ക്രൂശിന് അവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, സാത്താൻ അവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. If you have the Holy Spirit fullness, your mission will complete fulfill. Nobody can stand against you. Thank you, Jesus. Dala darana rakasala karanabo rasala tarakabo. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറ, get ready for your mission, brother. Amen. Come on, para. Get ready for your mission. Holy Spirit is with you. Yes. Holy Spirit is inside you. Amen. Get ready for your mission. No one can stop your mission. Yes, Lord. No one can stop your vision. Amen. He will fulfill it. Amen. Super. Thank you, Jesus. Hallelujah. Thank you, Lord. നിങ്ങൾ മറന്നുകൂടാത്തതാ, നിങ്ങളുടെ മേൽ വന്നത് ഒരു കുലുക്കത്തിന്റെ ആത്മാവല്ല, വിറകലിന്റെ ആത്മാവല്ല, ഒരു തണുപ്പല്ല, ചൂടല്ല. ദൈവം തന്നെ ഈ ഭൂമിയിൽ സകലതും ചെയ്തെടുക്കുന്നത് അവനിലൂടെയാണ് എങ്കിൽ, അവനാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ അവൻ തന്നെ നിന്റെ കൂടെ നിന്നിട്ട് പറയുവോ, യേശുവിന്റെ മിഷനെ ഫുൾഫിൽ ചെയ്തവനാണ് ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത്. അവനെ നമ്മൾ വേണ്ടുവണ്ണം തിരിച്ചറിഞ്ഞില്ല. അടുത്തിരിക്കുന്നവരോട് പറ, അവനെ നാം വേണ്ടുവണ്ണം തിരിച്ചറിഞ്ഞില്ല.
ഹോ 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 ഹോ. Thank you, Jesus. അവനെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ Yes. യേശുവിൽ ഫുൾഫിൽ ചെയ്തത് നിങ്ങളിൽ അവൻ ഫുൾഫിൽ ചെയ്യും. Amen. Thank you, Jesus. നിങ്ങൾക്ക് ശ്രദ്ധിക്കാവോ, യേശു പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടു. Shabba-ba-ba-ba-ba. ആരാണ് യേശു കർത്താവ്? ദൈവം തന്നെയാ. Yes. ദൈവമാകുന്നവനെ വേറൊരാൾ നിയന്ത്രിക്കുകയാണ്. Ra-ba-ba-ba-ba-ba. വേർഡായിരിക്കുന്നവൻ, വചനത്താൽ ജനിച്ചവൻ, വചനമായിരിക്കുന്നവൻ, ആത്മാവിനാൽ ജനിച്ചവൻ, അവനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുവാൻ അവൻ വിധേയപ്പെടുകയാണ്. Amen. Hallelujah. സീരിയസ് ജോബ്. Thank you, Jesus. ദൈവമായിരിക്കുന്നവനെ നിയന്ത്രിക്കേണ്ടതിനെ, മനുഷ്യപുത്രനായിരിക്കുന്നവനെ നിയന്ത്രിക്കേണ്ടതിനെ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ എത്രയധികമായി നമ്മൾ അവൻ എന്നെ നിയന്ത്രിക്കേണ്ടതിനെ എന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. Yes. യേശുവിന് അത് ആവശ്യമെങ്കിൽ എനിക്ക് എത്രയധികം ആവശ്യമാണ്. Amen. Hallelujah. അടുത്തിരിക്കുന്ന ആളുടെ കൈയോടുത്തിട്ട് ചോദിക്കേ, യേശുവിനെ അത് ആവശ്യമെങ്കിൽ എനിക്ക് എത്രയധികം. അക്കാര്യം ഒന്ന് ഉയർത്തിട്ട് പറഞ്ഞേ, യേശുവിനെ അത് ആവശ്യമെങ്കിൽ എനിക്ക് എത്രയധികം. Look at the importance. അടുത്തിരിക്കുന്നവരോട് പറ, പ്രാധാന്യം ശ്രദ്ധിക്കേ. നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ കാണുന്നത് കൈയടിച്ചു, അന്യഭാഷ പറഞ്ഞു, തുള്ളിച്ചാടി, ആത്മനിറവ് അനുഭവിച്ചു, തണുപ്പ് വന്നു, ചൂട് വന്നു, വെളിപ്പാടുണ്ടായി, ദർശനം ഉണ്ടായി, അന്യഭാഷ പറഞ്ഞു. ഏയ് ബ്രദർ, ഇതെല്ലാം ഉള്ളത് എന്തിനാന്ന് ഞാൻ പറയാം, മിഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. Amen. Hallelujah. മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷെ മിഷൻ കംപ്ലീറ്റഡ് ആകണമെങ്കിൽ അന്യഭാഷ പോരാ, തണുപ്പ് പോരാ, ചൂട് പോരാ, തീ പോരാ, വിഷൻ പോരാ, റെവലേഷൻ പോരാ, കൃപാവരങ്ങൾ പോരാ. അവനാൽ നിയന്ത്രിക്കപ്പെടണം. അവനാൽ നിയന്ത്രിക്കപ്പെടണം. അവനാൽ നിയന്ത്രിക്കപ്പെടണം. I am sharing a very, very simple message, but it is a deep message. Amen. Practically, we are not following these understandings. We know everything, but we are not following the things, the word. But today, are you agree with me to allow the Holy Spirit to control my whole life? Yes. I challenge you, your mission will fulfill through Him, not by you, not by might, through the Holy Spirit. Through the Holy Spirit, He will fulfill the vision. Thank you, Jesus. Thank you, Jesus. അടുത്ത വാചകം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, യേശുവിനെ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞതിൻ്റെ ഉദ്ദേശം യേശുവിലൂടെ ദൈവം ഇട്ടിരിക്കുന്ന പദ്ധതിയെ ഫുൾഫിൽ ചെയ്യാനാണ്. Amen. ആ പദ്ധതി ഫുൾഫിൽ ആയത് എപ്പോഴാണ്? പൂർണ്ണമായും യേശു കർത്താവ് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടത്, അപ്പോഴാണ് പദ്ധതി നടന്നത്. Amen. ലിസൺ, അപ്പൊ എൻ്റെ പദ്ധതികൾ നടക്കാത്തത്, പരിശുദ്ധാത്മാവ് ദൈവം എനിക്ക് തന്ന വിഷനുകൾ യാഥാർത്ഥ്യമാകാത്തത്, എന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയാത്തത്, പദ്ധതിയില്ലാഞ്ഞിട്ടല്ല, ദൈവിക ഉദ്ദേശം മാറിയതല്ല, നിങ്ങൾ വിധേയപ്പെട്ടില്ല എന്നതാണ്. നിങ്ങൾ എന്താ ആമേൻ പറയാൻ? I'm talking to your spirit. Yes. യേശുവിനെ തൻ്റെ ദൈവിക പദ്ധതി നിറവേറുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ് എങ്കിൽ എനിക്ക് എത്രയധികം ആവശ്യമാണ്. I need His support. Amen. പറ, പരിശുദ്ധാത്മാവേ. ആ വലത്തെ കരം ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് പറ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമാണ്. അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമാണ്. ഞാൻ അടുത്ത ചിന്തയിലേക്ക് വരട്ടെ. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ആദ്യം അവനെ ചെയ്തത് മരുഭൂമിയിലേക്ക് അയക്കുകയാണ് ചെയ്തത്. ദൈവം വെയിറ്റ് ചെയ്യായിരുന്നു പരിശുദ്ധാത്മാവിനെ യേശു കർത്താവ് നിറവോടെ അനുഭവിക്കാൻ.
എന്തിനു വേണ്ടിയിട്ട്? മരുഭൂമിയിലേക്ക് അയക്കാൻ. ഞാൻ പറയട്ടെ എൻ്റെ ആശയം. നിങ്ങൾക്ക് ഇത്രയും കേൾക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫോളോ ചെയ്യണം. എനിക്ക് തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. യേശു കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആര് ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു? പിതാവ് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ആ നിറവ് പ്രാപിച്ചതോടുകൂടെ അവനെ എവിടേക്ക് അയച്ചു? മരുഭൂമിയിലേക്ക് അയച്ചു. എന്തിനാ മരുഭൂമിയിലേക്ക് അയച്ചു? പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ. ശ്രദ്ധിക്കൂ. എന്താണ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുക? നമുക്കറിയാം. മനുഷ്യരാശി എവിടെയാണോ തോറ്റുപോയത് അവിടെ ജയാളിയാകാൻ. ആമേൻ. ഞാൻ നിങ്ങളോട് ചലഞ്ചിങ് വേർഡ് പറയട്ടെ. യേശുവിനെ പരിശുദ്ധാത്മാവ് നിറയുന്നത് വരെ ആ ജയത്തിനായി പിതാവ് അവനെ അയച്ചില്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞതോടുകൂടെ സ്വർഗം പറഞ്ഞു, ഇനി ഈ ലോകത്തിലെ ഒരു സാത്താനും നിന്നെ വെല്ലുവിളിക്കാൻ കഴിയത്തില്ല. ആത്മനിറവുള്ളവരോട് ദൈവത്തിന് പറയാനുള്ളത്, ഒരു ശത്രുവിനും നിന്നെ ഇനി വെല്ലുവിളിക്കാൻ കഴിയത്തില്ല. നിനക്ക് ചിലതിനെ വെല്ലുവിളിക്കാം. ഇനി ഞാൻ പറയുന്ന വാചകം ശ്രദ്ധിക്കൂ. പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നപ്പോൾ അവൻ പിശാചിന്റെ കോട്ടയിലേക്ക് ചെന്നു. പിശാച് ഇങ്ങോട്ട് വരികയല്ല, അങ്ങോട്ട് കയറി ചെന്നിട്ട് അതിനെ ഓടച്ചു കളഞ്ഞു. ചിലതിനോട് ദൂത് പറയട്ടെ. ഇന്ന് പകൽ നീ വീട്ടിൽ പോകുമ്പോ അറിഞ്ഞോ, പിശാച് വാഴുന്ന സ്ഥലങ്ങളെ നീ കീഴടക്കിട്ടോ അതിനെ കീഴ്മേൽ മറിക്കുവാൻ സ്വർഗം നിന്നെ കണ്ടിരിക്കുകയാണ്. കൂടുള്ളവർ കൈയടിച്ചു ആമേൻ പറ. ആത്മനിറവുള്ള ദൈവ പൈതലേ, ഇവിടെ നിന്ന് കൈയടിച്ചു തുള്ളിച്ചാടി പോകാനല്ല ആത്മാവിന്റെ നിറവ് തന്നത്. അവന്റെ കോട്ടയിലേക്ക് കയറിയിട്ട് ഇന്നെനിക്ക് തോന്നുന്നു, എന്തുകൊണ്ടായിരിക്കാം ചിലർ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ഹോസ്പിറ്റലുകൾ അടപ്പിച്ച് തിരിച്ചിറങ്ങിയത്. Now I know, നിന്റെ അകത്ത് നിറവായി നിറഞ്ഞു കഴിഞ്ഞാൽ നീ ചെല്ലുന്ന സ്ഥലത്തെ ഇരുട്ടിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങോട്ട് കയറി ചിലത് ചെയ്യാം. ഞാൻ ചിലരെ നോക്കി ദൂത് പറയുക, അങ്ങോട്ട് കയറി ചിലത് ചെയ്യുവാൻ ഈ പകൽ ചിലതിനെ അധികാരപ്പെടുത്തുകയോ. കുറച്ചും കൂടെ കയറി പറയാ. മനുഷ്യരാശി മുഴുവൻ തോറ്റെടുത്തോ. ഇതാ ആത്മനിറവിൽ ഒരുവൻ എഴുന്നേറ്റപ്പോ അവൻ ആ തോറ്റ സ്ഥലത്ത് നിന്ന് ആരംഭിക്കുകയാണ്. ദൂത് നിങ്ങളോടാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങളുടെ മേൽ വരുമ്പോ ആദ്യത്തെ ഉദ്ദേശം, എവിടാണോ നീ പരാജയം മണത്തത് അവിടെ ജയത്തിൽ ആരംഭിക്കാനാണ്. ഈ പകൽ പരാജയപ്പെട്ട് കിടക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആത്മനിറവ് നിന്റെ മുകളിൽ വന്നത് പരാജയത്തെ നോക്കി കരഞ്ഞ് ദൈവമേ രക്ഷിക്കണേ എന്ന് പറയാനല്ല, പകരം എവിടാണോ പരാജയം അനുഭവിച്ചത് അവിടെ ജയിച്ചു തുടങ്ങാനാ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നത്. ഓ ഭയങ്കരമല്ലേ. ദൈവത്തിന് മനുഷ്യരാശിയുടെ എല്ലാ പരാജയത്തിനും കാരണമായതിന്റെ മേൽ ജയാളിയായി യേശുവിനെ നിർത്തേണ്ടതിന് പരിശുദ്ധാത്മാവിനെ ആവശ്യമായിരുന്നു. ഓ എന്നാ ഞാൻ പറഞ്ഞേ പറ. ദൈവത്തിന് മനുഷ്യരാശിയുടെ മുഴുവൻ പരാജയത്തിന് കാരണമായ ഇരുട്ടിനെ ജയിക്കേണ്ടതിന് യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആവശ്യമായിരുന്നു. അപ്പോൾ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നത് രാജ്യങ്ങളെ ഭരിക്കുന്നതിന്, പട്ടണങ്ങളെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുന്നത് അസാധാരണമായ ചിലതുമായിട്ടുമായിരിക്കും. ഡൗട്ടേ എനിക്കില്ല കേട്ടോ. ഇന്ന് നിങ്ങൾ ഇറങ്ങുന്ന തീ ഗോളമായി ഇറങ്ങി ചെല്ലാൻ പോകുകയാണ്. നിങ്ങൾ ചിലർ അസാധാരണത്വം അനുഭവിക്കാൻ പോകുകയാണ്. You
are going to shine, 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 shine. Yes. Amen. പിശാചിന് ഉത്തരം കൊടുക്കാൻ ദൈവം തെരഞ്ഞെടുത്ത വഴി Yes. ആത്മനിറവായിരുന്നു. Amen. ഒന്ന് പറഞ്ഞേ. പിശാചിനെ ദൈവം കൊടുക്കുവാൻ തീരുമാനിച്ച ഉത്തരം ആത്മനിറവായിരുന്നു. Oh, hallelujah. ഏയ്! Amen. പിശാചിനെ ദൈവം വെല്ലുവിളിക്കാൻ തീരുമാനിച്ച രീതി അഭിഷേകത്തിന് നിറവായിരുന്നു. Amen. La barakaba sadaraba. Thank you, Jesus. ഞാനൊരു ദൂത് പറയട്ടെ. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോ സ്വർഗം വിചാരിച്ചു പറയട്ടെ, ആ ഏരിയയിൽ എനിക്ക് ചിലരെ വെല്ലുവിളിക്കാം. Amen. Yay! Hallelujah. നിന്റെ മേൽ ആത്മാവ് വന്നപ്പോ സ്വർഗം പറഞ്ഞതോ, ഇന്ത്യയെ കണ്ടോ, ഞാൻ ഒരുവനെ അഭിഷേകം ചെയ്തിരിക്കുക ചിലതിനെ വെല്ലുവിളിക്കാൻ. Yes. Rabano robobo shabalaba. Thank you, Lord. Hallelujah. Hallelujah. Thank you, Jesus. ചിലതിനെ വെല്ലുവിളിക്കാൻ സ്വർഗം തീരുമാനമെടുത്തതാ. നിന്റെ മേലുള്ള അഭിഷേകമെന്ന് നീ അറിയാതെ പോയി. അടുത്തിരിക്കുന്നവരോട് പറ, ചിലതിനെ വെല്ലുവിളിക്കുവാൻ ദൈവം തീരുമാനമെടുത്തതാണ്. നിന്റെ മേൽ പകർന്ന അഭിഷേകം അത് നീ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല. Yes. Thank you, Lord. Yes. ശോ, Shabba-ba-ba. എൻ്റെ ഭാഷ പറഞ്ഞ ഞാൻ അഭിഷേകം പ്രാപിക്കുന്നു നോക്കിയിട്ട് സ്വർഗം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പല വിധത്തിൽ ഓരോ സ്ഥലത്ത് ചെന്ന് കയറിയപ്പോൾ എന്ന് പറഞ്ഞ മമ്മിയുടെ കൂടെ പോട്ടെ പോയി അവിടെ നടന്നില്ല. പിന്നീട് ധ്യാന കൂട്ടത്തിൽ ആ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ സ്വർഗം ചിന്തിക്കുന്നത്, തോമസ് അന്ന് വന്ന ദേവദാസിന്റെ പേര് ഞാൻ മറന്നുപോയി. അവൻ പ്രസംഗിക്കുമ്പോൾ അവനത് വിശ്വസിച്ചാൽ എനിക്ക് അവന്റെ മേൽ പകരാനായി പറ്റും. Amen. Oh, hallelujah. എനിക്ക് ചില പട്ടണങ്ങളെ പിടിക്കണം. Amen. Hallelujah. ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. പക്ഷെ നമ്മൾ ഇത് കൈകൊട്ടും അന്യഭാഷയും ദർശനവും ദൂതുപറച്ചിലും സൗഖ്യത്തിന്റെ ശുശ്രൂഷയായിട്ട് ഒതുക്കി കളഞ്ഞു. Shabba-ba-ba-ba-ba-ba. God want to fulfill his mission in this Yes, world. yes. That's why you are anointed. Amen. God want to fulfill his mission in this world. That's why I am anointed. Yes. Oh, എനിക്ക് സത്യത്തിൽ പറയൂ, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ. Thank you, Jesus. അതുപോലെ എന്തോ നടക്കുവോ ഇതിനകത്ത്. ലിറ്ററലി കഴിയുന്നില്ല. Shabba-ba-ba-ba-ba. ഞാൻ വീഴാതിരിക്കാൻ ഞാൻ പിടിച്ചാ നിൽക്കുന്നത്. Raka-ba-ba-ba. Raka-ba-ba-ba-ba. Laru-ma-shi-ba-ba-ba-ba. Thank you, Jesus. Something is going on. Oh. Shabba-ba-ba-ba. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിക്കേ. യേശു കർത്താവ് മരുഭൂമിയിൽ തോറ്റവനായിട്ടല്ല വന്നേ. Yes. ഓരോ ജയത്തെയും വേദപുസ്തകം വിളിക്കുന്നത് ഇങ്ങനെയാണ്, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലേക്ക് മടങ്ങി വന്നു. നീ ചെയ്യുന്ന മിഷന്റെ അകത്ത് അല്ലെങ്കിൽ നീ ചിലതിനെ ഇതൊരു ഭയങ്കര വാചകമോ. ദൈവം തന്നെ അഭിഷേകം ചെയ്തത് ചിലതിനെ വെല്ലുവിളിക്കാനാണെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കൂ. അടുത്തിരിക്കുന്നവർക്ക് ഒരു നല്ല അടി വേദനിക്കുന്ന രീതിയിൽ കൊടുക്കുക. അത് രേഖ നീ ചെയ്യുന്ന കണ്ടു. രേഖയാണ് ഒരു കൊച്ചിനെ തൊടുക ചെയ്തത്. രേഖ അടിക്കാനാ പറഞ്ഞ രേഖ. Shabba-ba-ba-ba-ba. ഒരടി കൊടുത്തിട്ട് പറ, ദൈവം നിന്നെ അഭിഷേകം ചെയ്തത് ചില വെല്ലുവിളിക്കാനാണ് എങ്കിൽ ആ വെല്ലുവിളി കഴിയുമ്പോഴാണ് ആത്മപൂർണത ഉണ്ടാകുക. അയ്യോ, എന്താ ചെയ്തു ഞാൻ പറഞ്ഞേ? ആ വെല്ലുവിളി കഴിയുമ്പോൾ യേശുവിനെ മരുഭൂമിയിലേക്ക് ദൈവം വിട്ടു. അവിടുത്തെ സക്സസ് കഴിഞ്ഞപ്പോ അടുത്ത വാചകം എഴുതിയിരിക്കുക, ആത്മാവിന്റെ ശക്തിയോടെ അവൻ മടങ്ങിയെന്നാ. The fire, the fire. ആരെങ്കിലും വെല്ലുവിളിക്കാൻ എഴുന്നേറ്റ അവന്റെ കൈകളിൽ ചിലത് ഏൽപ്പിക്കും ദൈവം. യേശുവേ,
ആത്മാവിന്റെ ശക്തിയോടെ. ആ വാചകത്തിന് മുമ്പ് ആത്മാവ് അവനെ വഴി നടത്തിയെങ്കിൽ മരുഭൂമി അവനൊരു തോൽവി പ്രൈസ് ആയിരുന്നില്ല, ചില വെല്ലുവിളിയായിരുന്നു. പക്ഷെ ആ വെല്ലുവിളി അവനെ അതിശക്തനാക്കി കളഞ്ഞു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറ, ചില വെല്ലുവിളികൾ നിന്നെ അതിശക്തനാക്കും. ചില വെല്ലുവിളികൾ നിന്നെ അതിശക്തനാക്കും. ചില വെല്ലുവിളികൾ നിന്നെ അതിശക്തനാക്കും. ഓ താങ്ക് യു ലോർഡ്. ശബറകബ. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ എനിക്ക് അറിയാവുന്ന രീതി ഇരിക്കല്ലേ. ഇത് നിങ്ങളോടുള്ള ഇന്നത്തെ റേമയാണ്. Amen. Thank you, Jesus. ആരെങ്കിലും ഇതിനെ ആക്സസ് ചെയ്താൽ ശബഖറബ. അവരിന്നു മുതൽ ചിലത് ചെയ്തെടുക്കാൻ പോവാ. റബ ശബറബ. Rishalabarato. ശബറകബ ഹസൻ. ഇനി അടുത്ത വാചകം, ഒരു മരുഭൂമിയിലേക്ക് ദൈവം അയക്കുന്നത് Yes. ഒരു ഗലിയിലേക്ക് ദൈവം നിന്നെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയാ. ആമേൻ. 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 ശകറുറുറു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഒരു മരുഭൂമി നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ അടുത്തതൊരു ഗലീല കടൽക്കര കാണാൻ പോകുവാ നീ. Rishalabo. Fire! Yes. Runanana salana roko solokaba. ലേബറുഹുഷേ. താങ്ക് യു ലോർഡ്. ചിലരൊന്നും ഇതിനകത്ത് കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്നാന്നറിയോ, ഞാൻ അവരൊക്കെ വരുമ്പോൾ എനിക്കറിയാം ചിലരുടെ മേലെ അസാധാരണ വിളിയുണ്ട്. അവർ ആ മിനിസ്ട്രിയിലേക്ക് അവരെയൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമോ. ഞാൻ അവരെ നോക്കി പ്രസംഗിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമോ. Amen. ഡു യു ബിലീവ് ഓർ നോട്ട്? Rakabalababa. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. Hallelujah. സ്വർഗം നിന്നെ മരുഭൂമി വിടുമ്പോ സ്വർഗത്തിൻ്റെ ഒരു കാര്യം അറിയാം, അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. അടുത്ത വാചകം അറിയണം, അവന്റെ ശ്രുതി ഗലീല ചുറ്റുമുള്ള നാട്ടിൽ മുഴുവൻ കയറാൻ തുടങ്ങി. ആമേൻ. ഒരു മരുഭൂമി നിനക്കുണ്ടായാൽ ഹല്ലേലൂയ. അതിനോടൊപ്പം വരുന്ന ഒരു ശ്രുതി ഉണ്ട്. ആമേൻ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ആമേൻ. ആമേൻ. ഇനി ഞാൻ പറയട്ടെ, കുറച്ച് വ്യത്യാസമായിട്ട് പറയട്ടെ. ദൈവം ചിലതിനെ വെല്ലുവിളിക്കാൻ വിടുമ്പോ ആ വെല്ലുവിളി കഴിയുമ്പോഴേ എന്തു വരത്തുള്ളൂ? ശ്രുതി വരത്തുള്ളൂ. Amen. അയ്യോ, റബബ. ഞാൻ നിങ്ങളോട് പറയാം, യേശു കർത്താവ് ചിലതിനെ വെല്ലുവിളിക്കാൻ വേണ്ടി കയറ്റി വിട്ടേക്കുവാ. Yes. പക്ഷെ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ അവന്റെ ശ്രുതി നാട്ടിൽ മുഴുവൻ പരന്നു. Amen. Hallelujah. അടുത്തിരിക്കുന്ന 2-3 പേരുടെ കൈ കൊടുക്കുക, പറ, വെല്ലുവിളികൾ ശ്രുതിക്കുള്ള ഓപ്പണിംഗ് ആണ്. വെല്ലുവിളികൾ സ്തുതിക്കുള്ള ഓപ്പണിംഗ് ആണ്. Amen. വെല്ലുവിളികൾ നല്ലതാണ്. നല്ലതാണ്. ആമേൻ. എന്റെ ഇതുവരെ ഇല്ലാത്ത ചലിക്കാത്ത ദൂതന്മാർ നാട്ടിലിറങ്ങി ചിലത് ചെയ്യുന്നതിനാണ് ചില വെല്ലുവിളികൾ. നിങ്ങൾ ശ്രദ്ധിക്കണേ, അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. ഇനി ഞാൻ മത്തായി 4:15 വായിക്കുക. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന വലിയ ജനം വലിയൊരു വെളിച്ചം കണ്ടു. എങ്ങനെ പറ? രണ്ട് സ്ഥലത്താണ് എഴുതിയിരിക്കുന്നത്. ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. ഇങ്ങനെ മടങ്ങി ചെന്ന നിമിഷം മുതൽ എന്ത് സംഭവിക്കാൻ തുടങ്ങി? ഇരുട്ടിലിരിക്കുന്ന ഒരു ജനം വെളിച്ചത്തിലേക്ക് വരാൻ തുടങ്ങി. Amen. Hallelujah. Thank you Lord. ശബറബ. Yes. എന്ന് പറഞ്ഞ നീ ആത്മനിറവോടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെ ഉള്ള സാകല, അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചേ, മരണത്തിന്റെ നിഴലിലും ഈ ദേശത്തിലും ഇരിക്കുന്നവർക്ക് വലിയ വെളിച്ചമുണ്ടായി. ദൂത് നിങ്ങളോടാ, ഈ പകൽ തൻ്റെ മുകളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഗ്രഹിച്ചിട്ടാണ് നീ വീട്ടിൽ കയറുന്നതെങ്കിൽ ആ വീട് ഇന്ന് വെളിച്ചത്തിന്റെ നിറവിൽ വരും. ആമേൻ. ആമേൻ. ഒരു 4 പേര് എൻ്റെ അടുക്ക വന്ന് നിൽക്കാവോ? ഞാൻ പറയുന്ന പോലെ അഭിനയിക്കാവോ? 2 സൈഡിലായിട്ട് നിന്നേ, ഇങ്ങനെ മസിലൊക്കെ പെരുപ്പിച്ച് നിന്നേ. അങ്ങനെയല്ലോ, ഇങ്ങനെ നിൽക്കണം. മസലന്മാർ നിൽക്കുന്ന പോലെ നോക്ക്. നിങ്ങൾ 2 സൈഡായിട്ട് നിൽക്കുക. ഞാൻ വരുമ്പോൾ നിങ്ങൾ മറിഞ്ഞു വീഴണം.
മുട്ടൂത്തി ഇരുന്നിയാലും അതിന് കുഴപ്പമില്ല. ഇത് നിങ്ങളുടെ വീട്ടിലുള്ള മല്ലന്മാരാണ്. Be serious. ഞാൻ തമാശയ്ക്ക് വേണ്ടി ചെയ്യില്ല, നിങ്ങളുടെ തലയിൽ ഈ ചിത്രം ഇരിക്കാൻ വേണ്ടി ചെയ്യുക. ഞാൻ ആ വീട്ടിനകത്തേക്ക് കയറുമ്പോ ചിലത് മറിഞ്ഞു വീടുക. ഒരു ശക്തിക്ക് നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. This is what happening in the spiritual realm. ഇത് ആത്മനിറത്തിൽ നടക്കുകയാണ്. വേദവചനം പറയുന്നത് യേശു ഭൂതത്തെ പുറത്താക്കിയെന്നല്ല. യേശു ഭൂതത്തെ പുറത്താക്കിയെന്നല്ല. ഇത് ഗലീലയാന്ന് വിചാരിച്ചോ? അവൻ ഗലീലയിലേക്ക് മടങ്ങി ചെന്നപ്പോ ആ പട്ടണത്തിൽ ഇടുന്ന സകലം രക്ഷപ്പെട്ടെന്ന്. നിങ്ങൾക്ക് വല്ല മനസ്സിലാണോ? എന്ന് പറഞ്ഞാൽ അഭിഷേകം പ്രാപിച്ച നീ വീട്ടിലേക്ക് ചെല്ലുമ്പോ നിന്റെ വീട്ടിൽ മരിക്കാൻ കിടക്കുന്നു എഴുന്നേക്കുമെന്ന. അതിന് ചോണ്ടാരി വരണ്ട എന്ന. അടുത്ത ദൂത് പറയട്ടെ, എത്ര പേർ റെഡിയാ സ്വീകരിക്കാൻ? മരണനിഴലിൽ എന്ന് പറഞ്ഞാൽ മരണം വിധിക്കപ്പെട്ടിരിക്കുന്ന സകലതും എഴുന്നേക്കുമെന്ന. മരിക്കുന്ന സകലതും എഴുന്നേക്കുമെന്ന. നിന്റെ വീട്ടിലെ മരിക്കുന്ന നായി ജനിക്ക് എഴുന്നേക്കുമെന്ന. നിന്റെ വീട്ടിലെ മരിക്കുന്ന സമ്പത്ത് എഴുന്നേക്കുമെന്ന. നിന്റെ വീട്ടിലെ ജപ്തി മാറുമെന്ന. നിന്റെ പ്രതിസന്ധി തീരുമെന്ന. അടുത്തിരിക്കുന്ന 5-6 പേരുടെ കൈ കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ പറയണം, നിന്റെ വീട്ടിലെ പ്രതിസന്ധിക്കുള്ള പ്രതിവിധി നിന്റെ ആത്മനിറവാണ്. പ്രതിസന്ധിക്കുള്ള പ്രതിവിധി നിന്റെ ആത്മനിറവാണ്. 5-6 പേരുടെ കൈ കൊടുത്ത് എന്ന് പറ, പ്രതിസന്ധിക്കുള്ള പ്രതിവിധി നിന്റെ വീട്ടിലെ പ്രതിസന്ധിയുടെ പ്രതിസന്ധിക്കുള്ള പ്രതിവിധി നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മനിറവാണ്. ദൈവം നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത് നിങ്ങളുടെ ആത്മനിറവിലാണ്. ഒന്നുകൂടെ പറയാം. ദൈവം എന്റെ വീട്ടിലെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നത് എന്റെ ഉള്ളിലെ ആത്മനിറവാണ്. നീ നിറവ് പ്രാപിക്കുമ്പോൾ സ്വർഗം വിചാരിക്കുന്നത് കൈയടിക്കാൻ അവന് കഴിയുന്നല്ല, അന്യഭാഷ പറയാൻ അവന് കഴിയുന്നല്ല, അവന് രോഗശാന്തി നടത്തുമെന്നല്ല. എനിക്ക് ആ വീട്ടിലൊരു സൊല്യൂഷനായി. ഇനി കുറച്ചും കൂടെ കയറി പറയാൻ വേണ്ടവർ സ്വീകരിച്ചോണം. നിന്നെ ആത്മാവിൽ ദൈവം നിറയ്ക്കുമ്പോ സ്വർഗം പറയുന്നത് ആ പട്ടണത്തിൽ ഒരു സൊല്യൂഷനായി. വേറൊരാളോട് പറയുക, ആ രാജ്യത്തിൽ ഒരു സൊല്യൂഷനായി. അതുകൊണ്ടാണ് നമ്മളെ രക്ഷകന്മാരെന്ന് ദൈവത്തിനെ വിളിച്ചത്. നീ ഒരു സൊല്യൂഷനാണ്. Not because of your might, but because of His anointing. Hallelujah. ഞാൻ പലപ്പോഴും യേശുവിൻ്റെ ആ പോക്ക് വിഭാവന ചെയ്യാറുണ്ട്. ഗലീലയിലേക്ക് യേശു പോവുക, സകല ഇരുട്ടും മാറിയിട്ട് വെളിച്ചം തുറക്കുന്നത് കണ്ടു നോക്കി ഞങ്ങൾ. ആകാശം പിളരുന്നിട്ട് സൂര്യൻ ഉദിക്കുന്നത് പോലെ ദേശു ചെല്ലുമ്പോൾ ആ പട്ടണം മുഴുവൻ സൂര്യ വെളിച്ചത്തിലേക്ക് തീരുക. സോളിങ് വന്നിട്ട് ഷോളം എടുത്ത്. ഇതാണ് ആത്മനിറവുള്ള ആൾ. ഇത് ഗ്ലോറിയാണ്. എന്താണ് ഗ്ലോറി? ഈ ഗ്ലോറിയുമായി നിന്റെ വീട്ടിൽ കയറിയാൽ അവിടെ ഒരു ഇരുളും വസിക്കത്തില്ല. എന്റെ ദൈവമേ, എന്റെ മേലുള്ള അഭിഷേകത്തെ ഞാൻ അറിഞ്ഞില്ലല്ലോ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, എന്റെ ദൈവമേ, നീ എന്റെ മേൽ പകർന്നതിനെ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കട്ടെ. ഇത് നിങ്ങളുടെ തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ ചെന്നാൽ ചിലത് നടന്നേ ഒക്കത്തുള്ളൂ.
Come on, കൈ അടിച്ചു ആമേൻ പറ. നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായോ? The fullness of the Holy Spirit move the darkness. Amen. Remove the darkness. Yes. അഭിഷേകത്തിന്റെ നിറവ് ഇരുട്ടിനെ തള്ളി നീക്കിക്കളയും. Amen. അഭിഷേകത്തിന്റെ നിറവ് ഇരുട്ടിനെ തള്ളി നീക്കും. Thank you, Jesus. Thank you, Jesus. ഇനി ഒരു വാചകം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? യേശു കഫർനഹൂമിലും ഗലീലയിലും നസ്രത്തിലൊക്കെ ജീവിച്ചയാളാ. പക്ഷേ മരണനിഴലിൽ ഇരിക്കുന്ന ആളുകൾക്ക് അഭിഷേകം പ്രാപിക്കുന്നവരെ യേശു ഒരു സാധാരണ മനുഷ്യനായിരുന്നു. Amen. Yes. ദൈവം യേശുവിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അഭിഷേകം പ്രാപിക്കുന്ന നിമിഷം മുതൽ Yes. എനിക്ക് മരണങ്ങളിൽ നിന്ന് പട്ടണങ്ങളെ വിടുവിക്കാനായി പറ്റും. Amen. Thank you, Jesus. ഇതെനിക്ക് റേമയായെന്ന്. നിങ്ങൾക്ക് റേമയാണെങ്കിൽ സ്തോത്രം. പട്ടണങ്ങളെ മരണത്തിന്റെ നിഴലിൽ നിന്ന് വിടുവിക്കുവാൻ നിന്നെയും എന്നെയും ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. മരണത്തിന്റെ നിഴലിൽ നിന്ന്, മരണത്തിന്റെ ചോലയിൽ നിന്ന്, മരണത്തിന്റെ കൈക്കീഴിൽ നിന്ന് ചിലരെ വിടുവിക്കാൻ, പട്ടണങ്ങളെ വിടുവിക്കാൻ. ഒന്ന് ശ്രദ്ധിക്കൂ. പട്ടണങ്ങളെ മരണത്തിന്റെ നിഴലിൽ നിന്ന് വിടുവിക്കാൻ ദൈവം കണ്ട സൊല്യൂഷൻ എന്നെ അഭിഷേകം ചെയ്യുകയാണ്. ഓ, എന്നെ പരിപാടിയല്ലേ. ഞാൻ അതിനെ അന്യഭാഷയും പ്രാർത്ഥനയായിട്ട് കുറച്ച് കളഞ്ഞു. അടുത്തിരിക്കുന്ന ഒരാളോട് പറ, ഞാൻ അതിനെ അന്യഭാഷയും തുള്ളിച്ചാടുന്ന അനുഭവങ്ങളും ആയി അതിനെ കുറച്ചു കളഞ്ഞു. പക്ഷെ ദൈവം എന്നാ ചെയ്തത്? മരണത്തിന്റെ നിഴലിൽ നിന്ന് പട്ടണങ്ങളെ വിടുവിക്കേണ്ടതിനാണ് നിന്റെ മേൽ അവൻ അഭിഷേകത്തെ പകർന്നത്. ഇനി 5-6 പേരുടെ കൈ കൊടുത്ത് പറയണം. ഹൃദയത്തിന്ന് പറയുന്നവർക്ക് പറ, ഞാൻ പറയുന്നു പറയണം. നീ മരിക്കാൻ കിടക്കുന്നവനൊരു പ്രതീക്ഷയാണ്. നീ മരിക്കാൻ കിടക്കുന്നവർക്കൊരു പ്രതീക്ഷയാണ്. ഇറങ്ങി ചെന്ന് പറ, നീ മരിക്കാൻ കിടക്കുന്നവർക്കൊരു പ്രതീക്ഷയാണ്. ഓ, തുള്ളിച്ചാടിക്കൊണ്ട് പറ, ഞാൻ മരിക്കാൻ കിടക്കുന്നവർക്ക് ദൈവത്തിന്റെ പ്രതീക്ഷയാണ്. മരിക്കാൻ കിടക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന്റെ പ്രതീക്ഷയാണ്. ഈ സഹോദരങ്ങളെ, ഈ തമ്പുരാന്റെ സ്വഭാവം ഇത്രയും വർഷമായിട്ട് വായിക്കുക ഈ വാക്യം. ഇന്നാണ് ഇങ്ങനെ തോന്നിയത്. അതേ പറഞ്ഞ നമുക്ക് അറിയാവുന്ന വാക്യം ഞാൻ പറയാൻ പോകുന്നേ. പക്ഷെ അതിൽ നിന്നൊരു റേമ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. ഞാൻ മരിക്കാൻ കിടക്കുന്നവരുടെ പ്രതീക്ഷയാണ്. ദൈവം എൻ്റെ മേൽ പ്രതീക്ഷ വെച്ചിരിക്കുക മരിക്കാൻ കിടക്കുന്നവരുടെ മുകളിൽ. ഇനി ഞാൻ ശവസംസ്കാരം നടത്തത്തില്ല. പകരം അതിന് പകരം ഉയർത്തെഴുന്നേൽപ്പേക്ക് നടത്തും. മരിക്കാൻ കിടക്കുന്നവരുടെ പ്രതീക്ഷയാണ് ഞാൻ. മരണത്തിന് വിധേയപ്പെട്ടവരുടെ പ്രതീക്ഷയാണ് ഞാൻ. മരിക്കുമെന്ന് പറയുന്നവരുടെ പ്രതീക്ഷയാണ് ഞാൻ. മരണ നിഴലിൽ കിടക്കുന്നവരുടെ പ്രതീക്ഷയാണ് ഞാൻ. Come on, come on, come on. കൈ അടിച്ചു ആമേൻ പറ. റീസൺ, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് നിറവുണ്ടായി. കൂടെ നിൽക്കുന്ന സകല ജോലിക്കാരും യേശുവുമായുള്ള ബന്ധത്തിലേക്ക് എത്തണം. അറിയപ്പെടുന്ന മന്ത്രിമാർ, MLA മാർ, കുടുംബാംഗങ്ങൾ, അവരെല്ലാം കർത്താവിനെ അനുഭവിക്കണം. ഞാൻ അവനുമായി നടക്കുന്നവനാണേ. അടുത്തിരിക്കുന്നവർക്ക് പറഞ്ഞേ, എൻ്റെ വീടിന്റെ പ്രതീക്ഷ, ദൈവത്തിന്റെ പ്രതീക്ഷ ഞാനാണ്. ദൈവത്തിന്റെ പ്രതീക്ഷ എൻ്റെ വീടിനെ കുറിച്ചുള്ളത് ഞാനാണ്.
അങ്ങനെയാണോ? അതെ. നിന്നെ ദൈവം അഭിഷേകം ചെയ്യുമ്പോൾ വിചാരിച്ചു എന്നാന്നറിയോ? ഓ, ജൂലിയെ കൈക്കെടുക്കാം, ജയകുമാർ സാറിനെ തൊടാം, മന്റെ പേരെന്തുവാ, ജയാനന്ദിനെ തൊടാം, അതിലൂടെ ഒരു സർക്കിൾ ഉണ്ടാക്കാം, ആ വഴിക്ക് ബാംഗ്ലൂർ തൊടാം, ഈ വഴിക്ക് തമിഴ്നാട് തൊടാം. ഗ്രേറ്റ് പ്ലാൻസ്. പക്ഷെ നമ്മളെന്തോ ചെയ്തു? ആ പ്ലാനൊക്കെ ഒടിച്ചു പൊടിച്ച് മടക്കി വെച്ചിട്ട് പറഞ്ഞു, അന്യഭാഷ പറയാം, ആരാധിക്കാം, ദൈവത്തിന് ഒരു സെൽ ഗ്രൂപ്പ് നടത്താം. നീ രാജ്യത്തിന്റെ പ്രതീക്ഷയാണ്, നിന്റെ വീടിന്റെ പ്രതീക്ഷയാണ്, നീ പട്ടണങ്ങളുടെ പ്രതീക്ഷയാണ്. സന്ദീപേ പറ, നീ PhD ഡോക്ടറായിരിക്കാം, പക്ഷെ നീ പട്ടണങ്ങളുടെ പ്രതീക്ഷയാണ്. എനിക്ക് കുറച്ചു നേരം കൂടെ ഇങ്ങനെ പറയണം തോന്നുന്നു. ചിലരെ നോക്കി, രതീഷേ, മരണത്തിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിച്ചത് മരിക്കുന്ന പലർക്കുള്ള പ്രതീക്ഷയായിട്ടാണ്. Come on, come on. ജോണിച്ചായ ക്യാമറമാൻ ആയിരിക്കാം, പക്ഷേ ഒരു കൂട്ടം ആളുകളുടെ പ്രതീക്ഷയാ നിങ്ങൾ. ദൈവം ചിലരെ പ്രതീക്ഷയോടെ അഭിഷേകം ചെയ്തത്. സൂസനാനി കേൾക്കുന്നു? അഭിഷേകം ചെയ്തത് കോളേജിലെ ലെക്ചറാകാൻ മാത്രമല്ല, കോളേജിനകത്തൊരു ഉണർവ്. ദൈവത്തിന്റെ പ്രതീക്ഷയാ നിങ്ങൾ. ദൈവത്തിന്റെ പ്രതീക്ഷയാ ഞാൻ. തുള്ളിച്ചാടി പറ, ദൈവത്തിന്റെ പ്രതീക്ഷയാ ഞാൻ. നിങ്ങൾ അറിയേണ്ടത്, അഭിഷേകത്തോടൊപ്പം നിങ്ങളുടെ മേലൊരു ഉദ്ദേശം വന്നിട്ടുണ്ട്. അത് ഫുൾഫിൽ ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും കഴിയത്തില്ല. അവന് വിധേയപ്പെടണം, അവന് വിധേയപ്പെടണം. യേശു പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടതുപോലെ വിധേയപ്പെടണം. യേശുവിന്റെ അടുക്കൽ യോഹന്നാന്റെ സുവിശേഷം 14:8 വായിച്ചാൽ കാണാം, ഫിലിപ്പോസ് വന്നിട്ട് ചോദിച്ചു, കർത്താവേ, എനിക്ക് പിതാവിനെ കാണിച്ചു തരണം. യേശു കർത്താവിനോട് പറഞ്ഞു, ഇത്ര കാലം നിങ്ങളുടെ കൂടെ ഞാൻ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. സ്ട്രേഞ്ച് ആയൊരു വേർഡ് യേശു കർത്താവ് പറഞ്ഞേ. എന്നിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഒരുമിച്ച് വായിക്കണം. സാധിക്കുന്നൊരു വാക്യം എടുക്കണം. എനിക്കും അറിയാവുന്ന വാക്യമോ നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമോ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഫിലിപ്പോസിനോട് ചോദിക്കുക, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ് എന്ന് നീ വിശ്വസിക്കുന്നില്ലേ? എന്നിട്ട് വിശ്വസിക്കേണ്ട റീസൺ പറയുകയാണ്. അടുത്തിരിക്കുന്ന ആളുടെ ദേഹത്ത് തട്ട്, എന്നിട്ട് പറ, വിശ്വസിക്കേണ്ട റീസൺ പറയുകയാണ്. എന്താണ്? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ് എന്ന് നീ വിശ്വസിക്കുന്നില്ലേ? എന്തുകൊണ്ട് വിശ്വസിക്കണമെന്ന് ഭർത്താവ് പറയുകയാണ്. എന്താണ് ആ റീസൺ? എന്താണ് ആ റീസൺ? ആ വാചകം ഒന്ന് വായിച്ചേ. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. പിതാവ് തന്നിൽ വസിച്ചുകൊണ്ട് എൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. മത്തായി സുവിശേഷം എടുക്കാം, 10-ാം അധ്യായം എടുക്കാം, 18-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങൾ കൈകൾ ബൈബിളിൽ ഉണ്ടെങ്കിൽ തുറന്നു വായിക്കുന്നത് നല്ലതാണ്. എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാരുടെ മുമ്പിൽ നിങ്ങൾ കൊണ്ടുപോകുകയും ചെയ്യും. അതവർക്ക് ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. നിങ്ങൾ ആ വാചകത്തിൽ അണ്ടർലൈൻ ചെയ്യണം. ആൻഡ് യു വിൽ ബി ബ്രോട്ട് ബിഫോർ ഗവർണേഴ്സ്. അവിടെ എഴുതിയിരിക്കുന്ന വാചകം അതാണ്, ഗവർണേഴ്സ് ആൻഡ് ദ കിങ്സ് ഫോർ മൈ സേക്ക്. ഞാൻ ആരുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും? ഗവർണേഴ്സിൻ്റെ മുമ്പിൽ, അധികാരികളുടെ മുമ്പിൽ, രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അടുത്ത വാചകം നിങ്ങൾക്ക് ശ്രദ്ധിക്കാവോ? അത് എനിക്കൊരു സാക്ഷ്യമായിരിക്കും എന്നല്ല. അടുത്ത വാചകം നിങ്ങൾ വായിക്കേ. അത് അവർക്കും ജാതികൾക്കും എന്തായിരിക്കും? ഇനി സാക്ഷ്യമായിരിക്കേണ്ട കാരണം താഴോട്ട് പറയുവോ യേശു കർത്താവ്? എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെ എന്തോ പറയേണ്ടതെന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട. പറയുവാനുള്ളത് ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത വാചകം ശ്രദ്ധിച്ചു. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന എൻ്റെ പിതാവിൻ്റെ ആത്മാവത്രേ. യേശു നേരത്തെ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്നിട്ട് പറയുവോ, ഞാൻ പറയുന്ന വാക്കുകൾ ഞാൻ പറയുന്നതല്ല,
എന്നിൽ പിതാവ് വസിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ്. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നു, യേശുവിൽ പിതാവ് വസിച്ചിരുന്നു. പക്ഷെ നമ്മൾ ആരും യേശുവിൽ വസിച്ചിരുന്ന പിതാവിനെ പോലെ, എന്നിൽ യേശുവിൽ വസിച്ചിരുന്ന പിതാവിനെ പോലെ പിതാവ് എന്നിൽ വസിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യേശു പറയുവാ, രാജാക്കന്മാരുടെ മുമ്പിലും ഗവർണേഴ്സിന് മുമ്പിലും ഞാൻ നിന്നെ നിർത്താൻ പോവാ. അവര് നീ സംസാരിക്കുന്നത് കേട്ടിട്ട് ഞെട്ടിപ്പോവും. നിങ്ങൾ ആരും ആമീൻ പറഞ്ഞില്ലല്ലോ. അവിടെ സംസാരിക്കുന്നത് നീ അല്ല, ഞാൻ തന്നെ സംസാരിക്കാൻ പോകുകയാണ്. രണ്ടുപേരൊന്ന് വരാവോ? രണ്ടുപേരും ഓടി വരാവോ? ഇത് യേശു കർത്താവാന്ന് വിചാരിച്ചു. യേശു പറയുക, എൻ്റെ ഉള്ളിൽ പിതാവ് വാസം ചെയ്യുന്നു. പിതാവാണ് എന്നിലൂടെ സംസാരിക്കുന്നത്. എന്നിട്ട് നിന്റെ ഉള്ളിൽ വേറെ ആരോണ്ടാണ് വസിക്കുന്നതെന്നല്ല കർത്താവ് പറഞ്ഞേ, അതേ പിതാവിന്റെ ആത്മാവാ നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞ യേശു പിതാവ് വാസം ചെയ്യുന്നു എന്ന് തെളിയിച്ചത് അവൻ സംസാരിച്ച വാക്കുകളിലൂടെയാണ് എങ്കിൽ, നിങ്ങളിൽ പിതാവ് വസിക്കുന്നു എന്ന് രാജാക്കന്മാരും ഗവർണർമാരും തിരിച്ചറിയുന്നത് നിങ്ങളിലൂടെ വെളിപ്പെടുന്ന വാക്കുകളിലൂടെയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എനിക്കറിയത്തില്ലേ. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമീൻ പറ. എന്ന് പറഞ്ഞ യേശുവിലുള്ള ദൈവത്വം, കമോൺ, യേശുവിലുള്ള ദൈവത്വം ജനം അറിഞ്ഞത് ഇവന്റെ വാക്കുകളാണെങ്കിൽ, നിന്നിലുള്ള ദൈവത്വം ജനം അറിയാൻ പോകുന്നത് നിന്റെ വാക്കുകളിലാണ്. ആരറിയാൻ പോവാ? ഗവർണേഴ്സ്. ചർച്ച്, ഞാൻ യാദൃച്ഛികമൊന്നും പ്രസംഗിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നയാളാ. ഗവർണേഴ്സ് ആരറിയുമ്പോ കിങ്സ്. They are going to see your power, your words. They are going to see, they are going to hear your words. Thank you Jesus. നിന്നിലെ ഇതെനിക്ക് വായിച്ചിട്ട് പറഞ്ഞിട്ട് മതിയാവുന്നില്ല. ഇതിൽ യേശു പറയുവാ, എന്നിലെ വാക്കുകളാണ് എന്നിലെ ദൈവത്തെ കാണിക്കുന്നതെങ്കിൽ, നിന്നിലെ വാക്കുകൾ ഇനി ദൈവത്തെ കാണിക്കാൻ പോകുകയാണ്. ഭയങ്കരവാ. അടുത്ത വാചകം നിങ്ങൾക്ക് ലൂക്കോസ് 21:4 വായിക്കാം. ആകയാൽ പ്രതിവാദം പറയാൻ മുൻകൂട്ടി ഒന്നും വിചാരിക്കല്ലേ. രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോ, ഗവർണേഴ്സിന്റെ മുമ്പിൽ നിൽക്കുമ്പോ എന്താ പറയേണ്ടതെന്ന് ചിന്തിക്കല്ലേ. അടുത്തിരിക്കുന്ന ആളോട് പറ, എസ്ഐയുടെ മുമ്പിൽ നിൽക്കുമ്പോ, പോലീസുകാരന്റെ മുമ്പിൽ നിൽക്കുമ്പോ, കോടതിക്കകത്ത് നിൽക്കുമ്പോ വക്കീല് പറഞ്ഞതായിരിക്കില്ല തലയില്. പകരം ആ നാഴികയിൽ നിന്റെ വായിൽ അവൻ വാക്കുകൾ തരുവന്ന. എന്നിട്ട് കർത്താവ് ഒരു വാചകം കൂടെ, എൻ്റെ അപ്പച്ചനാ ഇത് പറഞ്ഞെങ്കിൽ ഇത് വേണമെങ്കിൽ എടുത്തോണം, നിന്നോട് ഒരുത്തിനും പിടിച്ചു വെക്കത്തില്ലാന്ന്. നിന്റെ വാക്കുകളെ ചെറുക്കുവാനോ എതിര് പറയാനോ കഴിയാതെ വണ്ണം ഞാൻ നോക്കിക്കൊള്ളാവുന്ന. നിന്നെ അഭിഷേകം ചെയ്തത് ദൈവത്തെ പ്രസന്റ് ചെയ്യാനാണ്. ദൈവത്തെ നീ പ്രസന്റ് ചെയ്യുന്നത് നിന്റെ ശരീരത്തിലൂടെ മാത്രമല്ല, നിന്റെ വാക്കിലൂടെയാണ്. ഓ ഹല്ലേലൂയ. നീ ഒരു പട്ടണത്തിൽ ചെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ, യു ആർ റെപ്രസെന്റിംഗ് മൈ ഗോഡ്. നീ ഒരു വീട്ടിൽ ചെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ, യു ആർ റെപ്രസെന്റിംഗ് മൈ ഗോഡ്. ഞാൻ ഈ തിരുവനന്തപുരത്ത് നോക്കി നിന്നിട്ട്, തിരുവനന്തപുരം ഉണർവിന്റെ ക്യാപിറ്റൽ എന്ന് വിളിച്ചു പറഞ്ഞാൽ അത് റെപ്രസെന്റിംഗ് ഗോഡ് ആണ്. This is the capital city of revival. Hallelujah. Come on. Come on.
Rasalina rako soloko. Rasalina raka soloko. മത്തായി 22:15 പറയുന്നത് അവനെ വാക്കിൽ കൊടുക്കാൻ പലരും വന്നു, പക്ഷേ അവനെ വാക്കിൽ ആർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ല. നിന്നെ ആർക്കും കൊടുക്കാൻ കഴിയത്തില്ല, പക്ഷെ നിനക്ക് കൊടുക്കാനുള്ള കഴിവുണ്ടാവുന്ന 5-6 പേരോട് പറ, നിന്നെ ആരും കൊടുക്കത്തില്ല, നീ ചിലരെ കൊടുക്കുന്നവനാകുമെന്ന്. ഓ ഖമാൻ, കൈ അടിച്ചൊരു ആമേൻ പറ. അതുകൊണ്ട് യോശുവയോട് കർത്താവ് പറഞ്ഞത്, മോശയോട് കൂടിയിരുന്നത് പോലെ ഞാൻ നിന്റെ കൂടിയിരിക്കും. ഒരുത്തനും നിന്റെ നേരെ നിൽക്കത്തില്ല. ജീവിതകാലത്ത് ഒരുത്തനും നിന്റെ നേരെ നിൽക്കത്തില്ല. വേണ്ടവർക്ക് പറയാം, എന്റെ ജീവിതകാലത്ത് ഒരുത്തനും എന്റെ നേരെ നിവർന്ന് നിൽക്കത്തില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മോശയോട് കൂടിയിരുന്നത് പോലെ യോശുവയോട് ഞാൻ കൂടിയിരിക്കുമെന്ന്. മോശയോട് ദൈവം എവിടെ കൂടിയിരുന്നു എനിക്കറിയത്തില്ല. കൂടിയിരുന്നു എങ്കിൽ മോശ ചോദിക്കത്തില്ലായിരുന്നു, കർത്താവേ എനിക്ക് നിന്നെ കാണണമെന്ന്. അപ്പൊ കൂടിയിരുന്നത് എന്താണെന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത ആഴ്ചകളിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാതെ, നമുക്കത് മനസ്സിലാവാത്തത് കൊണ്ട് കൂടുള്ള ദൈവത്തെ മനസ്സിലാവാഞ്ഞേ. കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? എന്നാൽ ഇത് ഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിന്റെ നേരെ ആർക്കും നിവർന്നു നിൽക്കാൻ കഴിയത്തില്ല. കല്ലെറിയുന്ന പരീശന്മാർക്കും കുറ്റം പറയുന്നവർക്കും അടുക്കളക്കാരനായ സ്റ്റെഫാനോസിന്റെ ജ്ഞാനത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു മനുഷ്യനും അതിന് കഴിയത്തില്ല. കൂടെ ഉണ്ടെങ്കിൽ തുള്ളിച്ചാടി ആമേൻ പറ. നിന്റെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകളാകും. അതുകൊണ്ട് യേശു ലൂക്കോസ് 10:16 പറഞ്ഞത്, നിന്റെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്കാണ് കേൾക്കുന്നതെന്ന്. ഒരു ഹല്ലേലൂയ പറയാവോ? ജോഹമനം കൊന്നിട. എന്തിനാ ദൈവം അഭിഷേകം തന്നതെന്നറിയാവോ? ഇവന്റെ നാവിന്റെ നിയന്ത്രണം എന്തിനാ ദൈവം ഏറ്റെടുത്തതെന്നറിയാവോ? ദൈവത്തിന് ഒരു നിർബന്ധമുണ്ട്, ഈ നാവ് എൻ്റെ ആയിരിക്കണമെന്ന്. നമ്മൾ ഈ വായെ സെക്ഷുവൽ ചൊവ്വയുള്ള, പഞ്ചാര പറയുന്ന, മുന വെച്ച് സംസാരിക്കുന്ന വാക്കുകൾ ഈ വാ കൊണ്ടല്ലേ സംസാരിക്കുന്നേ? സ്വർഗം പറയുക, യുവർ വേർഡ്സ് റെപ്രസെന്റിങ് മീ. ഗവർണേഴ്സിന് അത്ഭുതമായിരിക്കും, നിന്റെ വാക്ക് കേൾക്കുന്ന ആളുകൾ ഞെട്ടിപ്പോകും. ഈ വാക്കുകൾ, ഈ വാ വിശുദ്ധമായിരിക്കണം. ഈ വായ് വിശുദ്ധമായിരിക്കണം. റോങ് ഇന്റൻഷനോട് കൂടെ ഒരു സ്ത്രീയോടും പുരുഷനോടും സംസാരിക്കരുത്. സെക്ഷൽ ചാറ്റ് ചെയ്യല്ലേ. അത് സ്വന്തം ഭാര്യയോടെ ആണെങ്കിലും മോശം വാക്കുകൾ പറയരുത്. എനിക്ക് 2 പിള്ളേരുണ്ട്. എനിക്ക് എൻ്റെ ഭാര്യയുമായി ഒരു സെക്ഷൽ ലൈഫുണ്ട്. പക്ഷേ അതിനകത്ത് മോശം വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല. എനിക്ക് വികാരം വരേണ്ടതിനും അവൾക്ക് വികാരം വരേണ്ടതിനും മോശം വേർഡുകൾ വേണ്ട. അത് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും നല്ല ദാനമാണ്. ലോകമാണ് പറഞ്ഞത് ഇമോഷനാക്കേണ്ടതിനെ റോങ് വേർഡുകൾ ഉപയോഗിക്കണമെന്ന്. നിന്റെ ഭാര്യയും നീയും ഇമോഷൻ ആകേണ്ടതിന് ലവ് ധാരാളം മതി. നിങ്ങളെന്താ ആമേൻ പറയാതെ? ഞാനിങ്ങനെ പച്ചയായിട്ട് പറഞ്ഞോണ്ടോ? ഒരു ഹല്ലേലൂയ പറ. ശബ്ദയോടെ ഹല്ലേലൂയ പറ. നിന്റെ വായ് വിശുദ്ധമായിരിക്കട്ടെ. 2 പേരെങ്കിലും ഒന്ന് കൈ കൊടുത്തിട്ട് പറ, നിന്റെ വായ് വിശുദ്ധമായിരിക്കട്ടെ. നിന്റെ കൈകൾ വിശുദ്ധമായിരിക്കട്ടെ. ഈ കൈകൾ കൊണ്ട് അശുദ്ധമായത് തൊടരുത്. പാപത്തിനെ സ്വാധീനിക്കുന്ന വിധത്തിൽ ആരെയും സ്പർശിക്കരുത്. ആരും സ്പർശിക്കാൻ അനുവദിക്കരുത്. ഈ കൈകൾ വിശുദ്ധമായിരിക്കട്ടെ. നിങ്ങൾ എന്താ കൈയടിക്കാത്തെ? കാരണം
ദൈവത്തെ മറ്റൊരാളുടെ മുമ്പിൽ എന്നിലൂടെ ദൈവം തെളിയിക്കുന്നത് എൻ്റെ വായിലൂടെയാണ്. Amen. Amen. Thank you, Jesus. ദൈവത്തെ മറ്റൊരാളുടെ മുമ്പിൽ ദൈവം എന്നിലൂടെ തെളിയിക്കുന്നത് എൻ്റെ വാക്കിലൂടെയാണ്, എൻ്റെ വാക്കുകളിലൂടെയാണ്. Hallelujah. സ്തോത്രം യേശുവേ. Thank you, Jesus. എൻ്റെ വാക്കുകൾ ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുകയാണ്. Amen. Hallelujah. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാവോ? ഞാൻ എന്നെ അവസാനിപ്പിക്കട്ടെ. Thank you, Jesus. ഒരു ഹല്ലേലൂയ പറയാവോ? Thank you, Jesus. അതുകൊണ്ട് എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അവൻ അനുവദിക്കുന്നത് മാത്രം. Thank you, Jesus. എനിക്കെന്തെങ്കിലും പറയാൻ കഴിയുന്നുവെങ്കിൽ അവൻ അത് അനുവദിക്കുന്നത് മാത്രം. Thank you, Jesus. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അവൻ അനുവദിക്കുന്നത് മാത്രം. എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നുവെങ്കിൽ അവൻ അനുവദിക്കുന്നത് മാത്രം. ഞാൻ അവൻ്റേതാണ്. എൻ്റെ വാക്കുകൾ അവന് സംസാരിക്കാനുള്ള, പറഞ്ഞേ, എൻ്റെ വാക്കുകൾ അവന് സംസാരിക്കാനുള്ള എന്താ പറയാനേ, എന്താ പറയാ, അല്ല, ചാലകമാണ്. എൻ്റെ വാക്കുകൾ അവന് സംസാരിക്കാനുള്ള ചാനലാണ്. എൻ്റെ വായും തൊട്ടെ, എൻ്റെ വാക്കുകൾ, എൻ്റെ വായ് അവൻ്റെ ചാനലാണ്. അവനെ സംസാരിക്കാനുള്ള ചാനലാണ് എൻ്റെ വായ്. അവിടെ എങ്ങനെയാ അശ്ലീല വാക്കുകൾ ഞാൻ സംസാരിക്കുന്നത്? നോ. എൻ്റെ വാക്കുകൾ, എൻ്റെ വായ് അവൻ്റെ വാക്കുകളുടെ ചാനലാണ്. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുമോ? നിങ്ങൾ കിടക്ക് എഴുന്നേറ്റിട്ട് വരുന്ന സ്ഥലത്ത് എഴുതി വയ്ക്കണം, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഓരോ ദിവസവും നയിക്കപ്പെടും. എനിക്ക് അവൻ ആഗ്രഹിക്കാത്ത ഒരു വാക്കും പറയാൻ കഴിയുകയില്ല, അവൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യവും ചെയ്യാൻ കഴിയുകയില്ല. എന്നിട്ട് രാവിലെ നിങ്ങൾ എല്ലാ ദിവസവും ഇത് കൺഫസ് ചെയ്യണം. ഞാൻ ആത്മനിറവിൽ സഞ്ചരിക്കും എന്ന് പറയണം. എന്നിട്ട് പറയണം, എന്ത് പറയണം? എനിക്ക് അവൻ പറയാത്തതൊന്നും പറയാൻ കഴിയത്തില്ല, അവൻ ചെയ്യാൻ കഴിയാത്തതൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒന്ന് പറഞ്ഞേ, ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിലാണ്, ആത്മനിറവിൽ ഞാൻ സഞ്ചരിക്കും. ഉറക്കെ പറ, ഇന്നേ ദിവസം മുഴുവനും ഞാൻ ആത്മനിറവിൽ സഞ്ചരിക്കും. അതിന്റെ അടുത്ത വാചകം എന്ത് പറയണം? എനിക്ക് പരിശുദ്ധാത്മാവ് തരാത്തതായ ഒരു വാക്കുപോലും പറയാൻ കഴിയുകയില്ല, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാത്ത ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ആര് പറയണം? ഞാൻ പറയണം. എല്ലാ ദിവസവും ചെയ്യണം, എല്ലാ ദിവസവും ചെയ്യണം. അതിൽ നിന്ന് എങ്ങനെ മറികടക്കാം? ഞാനതിന് കരയും നിലവിളിക്കുകയൊക്കെയാണ് ചെയ്തത്, പക്ഷെ ഇന്നറിയാം എങ്ങനെ അതിനെ മറികടക്കാമെന്ന്. എനിക്ക് അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ മെല്ലെ ഒരു കോറസിന്റെ വരികൾ പാടും, അല്ലെങ്കിൽ ദൈവവചനത്തെ കൺഫസ് ചെയ്യും, വിശ്വാസം സംസാരിക്കും, പരിശുദ്ധാത്മാവിന് നന്ദി പറയും, കൃപയിലാണെന്ന് ഏറ്റുപറയും, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനൊക്കെ വലിയവനാണെന്ന് പറയും. വികാരം തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ വന്നില്ല. ആദ്യകാലങ്ങളിൽ ഹല്ലേലൂയ ഒന്നും വരത്തില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ ഹല്ലേലൂയൊക്കെ തലേ വരത്തുള്ളൂ, ഓർമ്മ വരത്തില്ല, അതിനകത്തങ്ങ് ആയിപ്പോവും. ഞാനെന്തിനെങ്ങനെ പച്ചയായിട്ട് പറയുന്നതെന്നറിയോ? ഞാൻ കഷ്ടപ്പെട്ട സ്ഥലത്തുനിന്ന് നിങ്ങൾ കഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതാരും പറഞ്ഞു തരാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ആരും പറയത്തില്ല, പ്രസംഗരെല്ലാം പറയും ദൈവം നോക്കിക്കോളൂ. നല്ല, നമ്മൾ നോക്കേണ്ടതുണ്ട്. നമ്മൾ ആ സാഹചര്യത്തിൽ നമ്മൾ തന്നെ പ്രതികരിക്കണം. Don't allow to stay there. പറയണം ഹല്ലേലൂയ. അത് ട്യൂണൊന്നും വേണ്ട, നിങ്ങൾക്ക് ഹൃദയത്തിൽ പാടിയാൽ മതി, ആരും കേൾക്കണ്ട. ഞാൻ നിങ്ങളോട് പറയാം, ഒരു ഐസ് ഉരുകുന്നത് പോലെ നിന്റെ ഉള്ളിൽ നിന്ന് അത് ഉരുകുന്നത് മനസ്സിലാകും.
ഇറ്റ് വിൽ ലീവ് ഫ്രം യു. ആമേൻ. ഇന്ന് ബ്രദറിന് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സൗകര്യങ്ങളെ ഞാൻ പറയട്ടെ. ഇന്ന് അത് എൻ്റെ തലയിലേക്ക് വരത്തില്ല, ചിത്രമായി അകത്തോട്ട് വരത്തില്ല, അത് കണ്ടാൽ തന്നെ ഒന്നും ഫീൽ ചെയ്യത്തില്ല. ആ സ്ഥിതിയിലേക്ക് ഞാൻ വന്നു. അതൊരു അപ്ഗ്രേഡാണ്, ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. നിങ്ങൾ വിചാരിക്കരുത് ജോൺ ദാരുവായിട്ട് ഒരു ദിവസം മാറാൻ, ചിന്തിക്കല്ലേ. ഇറ്റ് വിൽ ഗ്രോ, ഇറ്റ് വിൽ ഗ്രോ. അലോ ദ ഹോളി സ്പിരിറ്റ് കൺട്രോൾ യുവർ മൈൻഡ്. നിന്റെ മനസ്സിനെ ചിത്രങ്ങൾ സ്വാധീനിക്കുന്നതാണ് നീ തെറ്റിപ്പോകുന്നത്. ആ ചിത്രങ്ങൾ സ്വാധീനിക്കുമ്പോൾ മനസ്സിനകത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം കൊണ്ടുവരണം. സ്വാധീനം കൊണ്ടുവരേണ്ടതിന് നിനക്ക് എന്തും ഉപയോഗിക്കാം. പാടാം, കർത്താവേ അങ്ങ് എൻ്റെ ഉള്ളിലുണ്ടെന്ന് പറയാം, പരിശുദ്ധാത്മാവേ നീ എൻ്റെ ഒപ്പം ഉണ്ടെന്ന് പറയാം. ഏത് വിധമാണ് നിങ്ങൾക്ക് ആ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നത്, ഡു ഇറ്റ്. പക്ഷെ തോക്കല്ലേ. യേശുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങളെ ടോട്ടലി നിയന്ത്രിക്കാനാണ്. ഒന്നുകൂടെ ചുണയായിട്ട് കൈയടിക്കേ. നിങ്ങൾക്ക് സക്സസ് ആയി ജീവിക്കാൻ കഴിയും, നിനക്ക് ജയാളിയായി ജീവിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, എൻ്റെ മനസ്സും ശരീരവും പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ഞങ്ങൾ തരുന്നു. പറഞ്ഞേ, മനസ്സും ശരീരവും പരിശുദ്ധാത്മാവേ അങ്ങേക്ക് തരുന്നു. ഞാൻ അതിനെ അങ്ങ് നിയന്ത്രിക്കേണ്ടതിനെ ഏൽപ്പിക്കുന്നു. ഞാൻ അതിനെ അങ്ങ് നിയന്ത്രിക്കേണ്ടതിനെ ഏൽപ്പിക്കുന്നു. പറ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തുന്നു. യേശുവേ, എൻ്റെ അവയവങ്ങളെ നിന്റെ നീതിക്കായി ഏൽപ്പിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ.